സുന്ദര സുന്ദര വിനായകാ സുന്ദര വിനായകാ സുന്ദര സുന്ദര വിനായകാ സുന്ദര വിനായകാ ശുഭമംഗളദായക വിനായകാ ശുഭമംഗളദായക വിനായകാ ശുഭമംഗളദായക വിനായകാ ശുഭമംഗളദായക വിനായകാ. ഓം ശ്രീ സായിറാം. ഇന്ന് വിനായക ചതുർത്ഥി. ഈ ഒരു അവസരത്തിൽ ഒരിക്കൽ കൂടി ഭഗവാന്റെ അപാരമായ അനുഭവങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഒരവസരം കൂടി ഭഗവാൻ അനുവദിച്ചു തന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യുന്നത്. ഈ ഒരു ശുഭദിനത്തിൽ, ഈ ഒരു മംഗള ദിനത്തിൽ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും ഭഗവാൻ വിഘ്നങ്ങളെല്ലാം മാറ്റി എല്ലാ ഐശ്വര്യവും തരട്ടെ എന്ന് ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജയ് സായിറാം. ഓം ശ്രീ സായിറാം. എല്ലാമായ സ്വാമിയുടെ കൃപാപത്മങ്ങളിൽ ശ്രതകോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സായിറാം. കഴിഞ്ഞൊരു വീഡിയോയിൽ ഭഗവാന്റെ അപാരമായ കൃപ കൊണ്ട് പ്രശാന്തി നിലയത്തിലൊരു നാടകം, ഒരു ഡ്രാമ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടിയ ആ ഒരു അവസരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് സ്വാമി ക്ഷണിക്കാതെ ആർക്കും വരാൻ സാധിക്കില്ല. അതെല്ലാ ഭക്തർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഞാനും ഭഗവാന്റെ നിയോഗത്തോടു കൂടി, ഭഗവാന്റെ ആഗ്രഹത്തോടു കൂടി, അല്ലെങ്കിൽ ഭഗവാൻ സങ്കല്പത്തോടു കൂടി ഭഗവാന്റെ ആ ഒരു സംഘടനയിലേക്ക് എന്നെയും സ്വാമി സെലക്ട് ചെയ്തു. അതാണ് വാസ്തവം. ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയം അന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും വൈകുന്നേരം ഫ്രണ്ട്സുമായിട്ട് ഓരോ ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസരം. അന്ന് ഭഗവാനെ അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ 5ാം ക്ലാസ് മുതൽ ഇന്ത്യ വിചാർ സഭയിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു അധ്യാപകൻ വീട്ടിൽ എല്ലാ ഞായറാഴ്ചയും ഭഗവാന്റെ ഭജന നടക്കാറുണ്ട്. അപ്പോൾ ഭജനയ്ക്ക് പങ്കെടുക്കാനായിട്ട് പറ്റാറില്ല. പക്ഷേ അന്ന് ഭഗവാന്റെ പ്രസാദം അവിടെ നിന്നും അവല് വിലകിയത് ആണ് പ്രസാദമായിട്ട് തരിക. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ക്ലാസ്. അപ്പോൾ അത് കഴിഞ്ഞ് ആരതി കഴിഞ്ഞതിന് ശേഷം മിക്കവാറും ആരതി സമയത്ത് ഞാൻ എത്തും. അത് കഴിഞ്ഞ് ആരതിയും കണ്ടിട്ട് സ്വാമിയുടെ പഴയ ഒരു ഫോട്ടോയാണ് ആ വീട്ടിൽ, സാറിൻ്റെ വീട്ടിൽ വയ്ക്കാറ്. അപ്പോൾ ആ ഫോട്ടോ എന്നും എടുത്ത് അതിനെ ക്ലീൻ ചെയ്ത് രണ്ടാമത് അത് എവിടെയാണോ തൂക്കേണ്ടത് അവിടെ ആ ചുവരിൽ ഈ ഫോട്ടോ കൊണ്ട് തൂക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് സ്വാമി ആദ്യം തന്ന ഡ്യൂട്ടി. അന്ന് ഭഗവാനെ ഒന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയുകയോ ഒന്നും അറിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം പ്രീ ഡിഗ്രിക്കാണ് എനിക്ക് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ 2 കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയും അവിടെ വച്ചിട്ടാണ് എനിക്ക് എന്നെ സ്വാമിയിലോട്ട് മാറ്റം ഒരു സംഭവിച്ചത്. കാരണം എന്ന് വെച്ചാൽ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ വീട്ടിൽ സാഹചര്യം അനുസരിച്ച് സ്വന്തമായിട്ട് മണി ഏൺ ചെയ്യണം, അത്യാവശ്യം എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി വേണം എന്നുള്ള സങ്കല്പത്തോടു കൂടി ഹോം ട്യൂഷന് പോകുമായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്താണ് ഈ ഒരു എൻ്റെ റിലേറ്റീവിൻ്റെ 2 ട്വിൻസ് പയ്യന്മാരുണ്ട്. ആ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പോകാറുണ്ടായിരുന്നു.
അങ്ങനെ പോകുന്ന സമയത്ത് അവർ എക്സാം ടൈമിന് അവർ അടുത്ത വീട്ടിൽ സ്വാമിയുടെ ഭജൻസിന് പോയിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എനിക്കങ്ങ് ദേഷ്യം വന്നു. കാരണം വെച്ചാൽ ഈ കുട്ടികൾ എക്സാം ടൈമിന് ഇങ്ങനെ ഭജൻസിന് ചെന്നിരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. ഞാൻ കുട്ടികൾ ഭജൻസ് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഞാൻ കുറേ അടി കൊടുത്തു, ബുക്കിനെ വലിച്ചു കയറി ഞാൻ കളഞ്ഞു. എക്സാം ടൈമിന് ഇങ്ങനെയുള്ള മനുഷ്യനായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയെ നീ നിങ്ങളൊക്കെ വെച്ച് പൂജിക്കുന്നതിന് വേണ്ടിയിട്ട് നീ പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ ഞാൻ അന്ന് ശകാശം. അന്ന് സ്വാമി നോട്ട് ചെയ്തതാണ് എന്നെ ഭഗവാന്റെ മിഷനിലോട്ട് കൊണ്ടുവരണം എന്നുള്ളത്. അങ്ങനെ അതിൽ നിന്നും പിന്നെ എൻ്റെ പ്രീ ഡിഗ്രി ലാസ്റ്റ് എക്സാം ടൈമൊക്കെ ആയപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് പോയി. മാനസികമായിട്ടും നല്ല രീതിയിലുള്ള ഫ്രസ്ട്രേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ റൂമിൽ ഒതുങ്ങിക്കൂടാനായിട്ടുള്ള സാഹചര്യത്തിലോട്ട് പോയി. അതിൽ നിന്നും മാറ്റം, എൻ്റെ ആ ഒരു മാറ്റം കണ്ടിട്ടാവണം എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ അനന്തപുരി കല്യാണ മണ്ഡപം, ട്രിവാൻഡ്രത്ത് അനന്തപുരി കല്യാണ മണ്ഡപത്തിൽ എല്ലാ ഞായറാഴ്ചയും ഭജനയും എല്ലാ വ്യാഴാഴ്ചയും നഗരസങ്കീർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്കതിനെ അറിയില്ല. അങ്ങനെ ആ ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇങ്ങനെ അനന്തപുരിയിൽ ഇങ്ങനെ സ്വാമിൻ്റെ ഒരു ഭജനയുണ്ട്, നീ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്ക്, നിൻ്റെ മാറ്റം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. അങ്ങനെയാണ് മനസ്സോടുകൂടി ഞാൻ അനന്തപുരി കല്യാണ മണ്ഡപത്തിൽ പോവുകയും അങ്ങനെ ഭഗവാന്റെ ആദ്യത്തെ ഭജനയ്ക്ക് അവിടെ പങ്കെടുക്കുക. അന്ന് എനിക്ക് വലിയ ഫീലൊന്നും തോന്നില്ല. പാട്ടിന് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് പാട്ടിൽ കൃഷ്ണ രാമ ഗോവിന്ദ ഈ ഒരു വാക്കുകളും ഭഗവാന്റെ നാമങ്ങൾ കേട്ട് അങ്ങനെ ആസ്വദിച്ചു പോന്നു. പിന്നെ എല്ലാ ഞായറാഴ്ചയും പോകണം എന്നുള്ളൊരു ടെൻഡൻസി കൂടി. അങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ പിന്നെ ഫുള്ളും സ്വാമിയുടെ ഫോട്ടോ എടുത്ത് വയ്ക്കുക, അവിടെ ക്ലീൻ ചെയ്യുക, പിന്നെ അതുപോലുള്ള സ്വാമിയുടെ ചെയർ കൊണ്ടുവയ്ക്കുക, സ്വാമിക്ക് പ്രസാദം കൊണ്ടുവയ്ക്കുക, ഇങ്ങനെയുള്ള സർവീസ് ആക്ടിവിറ്റീസ് സ്വാമി ഓരോ പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയും അങ്ങനെ ചെയ്യാനുള്ള അവസരം കിട്ടുകയും അവിടെ എല്ലാ ഞായറാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും ഭഗവാന്റെ ആ ഒരു ഭജൻസിന് പോകാനായിട്ട്, നഗരസങ്കീർത്തനത്തിന് പോകാനായിട്ട് ഉള്ള സാഹചര്യം മാക്സിമം നോക്കി. എല്ലാ അമ്പലങ്ങളും ഞാൻ കട്ട് ചെയ്ത് ഫുള്ളും സ്വാമിയിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. കാരണം വെച്ചാൽ സ്വാമി പറയാറില്ല, എല്ലാം കൃഷ്ണനെ വിളിച്ചാലും രാമനെ വിളിച്ചാലും അള്ളാഹുവിനെ വിളിച്ചാലും യേശുവിനെ വിളിച്ചാലും ബുദ്ധനെ വിളിച്ചാലും ഗണപതിയെ വിളിച്ചാലും വിളി കേൾക്കുന്നത് ഞാൻ മാത്രമാണ് എന്ന് ഭഗവാൻ പല ഡിസ്കോഴ്സിലും സ്വാമി പറഞ്ഞിട്ടുണ്ട്. എല്ലാ നാമങ്ങളും ഒന്നാണ്, അത് സായിയാണ് എന്ന് ഭഗവാൻ വ്യക്തമായിട്ട് സ്വാമി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ലെവലിലോട്ടാണ് സ്വാമി കൊണ്ടുപോയത്. എനിക്ക് പിന്നെ വേറൊരു അമ്പലത്തിലും പോകാനായിട്ടൊരു അമ്പലത്തിൽ പോയാൽ തന്നെയും എനിക്ക് അവിടെ ആ രൂപത്തിൽ ആ ക്ഷേത്രത്തിൽ കാണുന്നത് ഭഗവാനെ തന്നെയായിരുന്നു. അങ്ങനെ ഭഗവാന്റെ അടുത്ത് വന്നു. അതിൽ നിന്ന് പിന്നെ എനിക്ക് സ്വാമിയെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. സ്വാമി ലിറ്ററേച്ചർ വായിച്ചു, സ്വാമിയെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ കാണാനായിട്ട് പോകാനായിട്ട് വീട്ടിൽ ഒരു രീതിയിലും സമ്മതിക്കില്ല. കാരണം ഈ ഒരു സാഹചര്യത്തിൽ പ്രീ ഡിഗ്രി ടൈമിന് ഒറ്റയ്ക്ക് അധിക ദൂരങ്ങളൊന്നും പോകാറില്ല, വീട്ടിൽ തന്നെയാണ് മിക്ക സമയവും. അത് അത്യാവശ്യം ഫ്രണ്ട്സിൻ്റെ വീടുകളിൽ പോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പുട്ടപ്പുറത്തിൽ പോകണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ക്യാഷില്ല. സ്വാമിയുടെ 150 രൂപയാണ് അന്ന് ഒരു ഹോം ട്യൂഷന് എനിക്ക് കിട്ടുന്നത്. ആ 150 രൂപ കൊണ്ട് ആദ്യം കിട്ടിയ ആ 150 രൂപ കൊണ്ട് ഞാനൊരു സ്വാമിയുടെ ഒരു വലിയൊരു ഫോട്ടോ, സ്വാമി ഇപ്പം പ്രശാന്തി നിലയത്തിൽ സമാധിയിൽ ഇരിക്കുന്ന അതേപോലത്തെ ഫോട്ടോ ലാമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ലാമിനേറ്റഡ് ഫോട്ടോയാണ് അന്ന് മേടിച്ചത്. അതിനെക്കൊണ്ട് വീട്ടിൽ കൊണ്ട് വച്ചപ്പോൾ തന്നെ വീട്ടിൽ മുത്തശ്ശനുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. ആ സമയത്ത് നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞ് ഇങ്ങനെ പൂജാമുറിയിൽ ഇങ്ങനെ ഒരു പൂജാമുറിയായിട്ടില്ല, ഒരു മുത്തശ്ശൻ കിടക്കുന്ന ഒരു റൂമിൽ സൈഡിലാണ് ഈ ഒരു പൂജാമുറി ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ സ്വാമിയുടെ ഫോട്ടോ കൊണ്ട് വെച്ചപ്പോൾ തന്നെ എല്ലാവരും വഴക്ക് പറഞ്ഞു, നീ മാറ്റി വെക്കരുത്, ഈശ്വരൻ്റെ കൂടെ സ്വാമിയുടെ ഫോട്ടോ വെക്കരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്കെന്തോ ഈ ഓരോ ദിവസം പറയുന്ന അനുസരിച്ച് എനിക്ക് വാശി കൂടുകയും അങ്ങനെ സ്വാമിക്ക് വിളക്ക് കത്തിച്ചിട്ട് മാത്രമായിരുന്നു ഞാൻ മറ്റുള്ള ദൈവങ്ങൾക്ക് വിളക്ക് കത്തിച്ചിരുന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്ന അനുസരിച്ച് വീട്ടിൽ മുത്തച്ഛന് പ്രത്യേകിച്ച് അതൊരു ദേഷ്യം, എൻ്റെ അടുത്തുള്ള ദേഷ്യമായിട്ട് മാറി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരിക്കൽ ഒരു വ്യാഴാഴ്ച ഹനുമാൻ ക്ഷേത്രത്തിൽ പോകണമെന്ന് ഫ്രണ്ട്സ് എല്ലാം നിർബന്ധിച്ചാണ് ഹനുമാൻ ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് PMGയിൽ ഇപ്പോൾ നിയമസഭാ മന്ദിരത്തിൻ്റെ അടുത്തുള്ള ആ ഹനുമാൻ ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നിയമസഭാ മന്ദിരം അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഫുൾ ഇരുട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടേണിങ്ങിൽ നിന്നൊരു കൈൻറ്റി ഹോണ്ട വണ്ടി വരികയും എൻ്റെ ഫ്രണ്ടിനെ ഇടിക്കുന്നതിൽ നിന്ന് ഞാൻ അവനെ രക്ഷിക്കുന്ന സമയത്തിന് വണ്ടി കുറുകെ വരികയും എങ്ങനെയാണെന്നറിയില്ല, ഒരു നിമിഷം കൊണ്ട് എൻ്റെ മുഖത്ത് എൻ്റെ വായുടെ ഒരു ഭാഗം ഫുള്ള് അങ്ങ് കീറിക്കൊണ്ട് പോയി. അതിൽ ഏകദേശം 9 സ്റ്റിച്ച് പുറത്തും 9 സ്റ്റിച്ച് അകത്തും ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു ഫാമിലി ഡോക്ടറായ ഒരു ലേഡി ഡോക്ടറാണ്. പുള്ളിക്കാരത്തിൻ്റെ ഡിസ്പെൻസറി പോയി രാത്രി തന്നെ
അപ്പോൾ അവർ കണ്ടപ്പോൾ തന്നെ അവർ പേടിച്ചു വരും. പ്രവീണ അത് പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വരും, അവന് ഈ പ്രായമല്ലേ ആയിട്ടുള്ളൂ, അപ്പോൾ അത് മുഖത്ത് വൃത്തികേടാകും. ഞാൻ എന്ത് വന്നാലും കുഴപ്പമില്ല, കാരണം വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, മാഡം തന്നെ ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മാഡം റിസ്ക് എടുത്ത് അങ്ങനൊരു സ്റ്റിച്ച് ഇട്ട് തന്നു. വീട്ടിൽ വന്നപ്പം ഇനി പറയാൻ ഒരു ഇതില്ലാതെ അച്ഛനും അമ്മയും മുത്തശ്ശനും എല്ലാം നല്ല രീതിയിൽ ശകാരിച്ചു. മര്യാദയ്ക്ക് ഫോട്ടോ എടുത്ത് ഇവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞു. പക്ഷെ അത് എൻ്റെ മനസ്സിൽ കൂടുതൽ സ്വാമി അങ്ങ് ദൃഢപ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അനന്തപുരി കല്യാണ മണ്ഡപത്തിൽ നിന്നുള്ള സ്വാമിയുടെ ഭക്തരെല്ലാം കൂടി എന്നെ കാണാൻ വേണ്ടി വന്നു. അതിലൊരു ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊക്കെ സ്വാമിയുടെ പരീക്ഷണമാണ്. സ്വാമിയുടെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് മഹാഋഷിമാർ സഹിതം ഭഗവാന്റെ ഒരു ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ്. ആ നിമിഷമാണ് സ്വാമി നമ്മളെ സെലക്ട് ചെയ്ത് ഭഗവാന്റെ ആ ഒരു ആ 1000 അമ്മയുടെ ആ ഒരു സ്നേഹം നമുക്ക് തന്ന് നമ്മളെ മാറോട് ചേർക്കാൻ വേണ്ടി ഭഗവാൻ നമ്മളെ സ്വീകരിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് പല പരീക്ഷണങ്ങൾ നടത്തും, കലിയുഗ അവതാരമാണ്, പല പരീക്ഷണങ്ങൾ നടത്തും. നീ അതിന് പ്രാപ്തനാകണമെന്നുണ്ടെങ്കിൽ നീ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞ് ഒരു പാക്കറ്റ് വിഭൂതി തന്നിട്ട്, ഈ വിഭൂതി എന്നും ഭഗവാന്റെ മനസ്സിൽ വിചാരിച്ചിട്ട് ഈ മുറിവിൽ പുരട്ടം എന്ന് പറഞ്ഞാൽ, എന്നിട്ട് പോകുന്നതെന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ നമ്മൾ ചെവലിൽ തൂക്കുമ്പോൾ ആണി അടിച്ചിട്ട് നമ്മൾ ആണി ജസ്റ്റ് ഒന്ന് ആട്ടി നോക്കണം. കാരണം ഫോട്ടോ തൂക്കാൻ പ്രാപ്തിയായോ ഇല്ലെന്നുണ്ടെങ്കിൽ ഫോട്ടോ തറയിൽ വീഴും. അതുപോലെയാണ് ഭക്തി. ഭഗവാന്റെ ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മുടെ ഭക്തി എത്രത്തോളം നടക്കാൻ വേണ്ടിയിട്ടാണ് സ്വാമി ഈ പരീക്ഷണങ്ങളെല്ലാം ചെയ്യുന്നത്. നീ പേടിക്കേണ്ട, ഈ ഒരു സ്റ്റിച്ച് എടുക്കുന്ന സമയമാകുമ്പോൾ ഈ മുറി മൊത്തം മാറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ. അങ്ങനെ പോയി. അങ്ങനെ ഭഗവാന്റെ ആ കൃപ കൊണ്ട് 9ാമത്തെ ദിവസം സ്റ്റിച്ചെടുത്ത ആ ദിവസം നോക്കിയപ്പോൾ അത് ഫുള്ളും ഒരു ഡോക്ടർ തന്നെ അന്തം വിട്ടുപോയി. ഇങ്ങനൊരു മാറ്റം. അപ്പോൾ മാഡം ചോദിച്ചത് എന്താണ് ഇതിൻ്റെ ഇങ്ങനെ ഒരു മുഖത്തിങ്ങനെ ഒരു വൃത്തികളൊന്നും ഇല്ലാതെ സ്വാമിയുടെ വിഭൂതി തന്നെയാണ്. അന്ന് ഞാൻ ധൈര്യമായിട്ട് ഞാൻ ഭഗവാന്റെ ആ ഒരു അതാണ് വിഭൂതിയുടെ ആ ഒരു മഹിമ. നമ്മുടെ മനസ്സുകൊണ്ട് വിഭൂതി എന്ന് പറയുന്നൊരു മെഡിസിനാണ്. ആ മെഡിസിൻ സ്വാമിയിൽ സങ്കല്പിച്ച് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഏത് അസുഖത്തിനെയും മാറ്റാനായിട്ടുള്ള കഴിവ് ഭഗവാന്റെ വിഭൂതിക്കുണ്ട്. അതാണ് സ്വാമിയുടെ വിഭൂതി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ പിന്നെ അതിൽ കൂടുതലായപ്പോൾ ഭഗവാനെ കാണണമെന്നുള്ള ആഗ്രഹമുണ്ടായി. അങ്ങനെയാണ് ഞാൻ പ്രശാന്തി നിലയത്തിൽ ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാരൻ വിളിച്ചതിലേക്ക് അങ്ങനെ യൂത്ത് കോൺഫറൻസിന് ഭഗവാന്റെ ആ ഒരു പ്രശാന്തി നിലയത്തിലേക്ക് എത്തിച്ചേരുന്നത്. അടുത്തൊരു അനുഭവം എന്ന് പറയുന്നത്, അത് എത്രത്തോളം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഭഗവാന്റെ മഹിമ നമ്മൾ പറയാതെ, നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ പറയാതെ പിന്നെ ആര് പറയും? ഓരോ അവതാരങ്ങളും അവതാരങ്ങൾ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെന്ന് ആ അവതാരങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠങ്ങളും അത് ആ അവതാരങ്ങളുടെ ഭക്തരാണ് അത് ലോകം ഒട്ടുക്കും വ്യാപിച്ചത്. അത് കൃഷ്ണനായാലും ക്രിസ്തു ആയാലും അള്ളാഹു ആയാലും എല്ലാവരുടെയും മഹിമകൾ അവരവരുടെ ഭക്തരാണ് എല്ലാ സ്ഥലത്തും എത്തിക്കുന്നത്. അതുപോലെ സ്വാമിയുടെ ആ അനുഭവങ്ങൾ, നമുക്ക് തരുന്ന അനുഭവങ്ങൾ, അത് ഇനിയെങ്കിലും നമ്മൾ തുറന്നു പറയാതിരുന്നാൽ ആ അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉൾക്കൊണ്ട് അത് നമ്മുടെ ഒരു കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മളിലോ നമ്മളൊരു കുടുംബത്തിലോ മാത്രം ഒതുങ്ങി നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടു പോകുമ്പോൾ അതും ഈ ഭൂമിയിൽ നിന്ന് പോകും. പക്ഷേ ആ മഹിമകൾ നമ്മൾ ഉൾക്കൊണ്ട ആ ഭഗവാന്റെ ആ ഒരു ചൈതന്യം, ആ ഭഗവാൻ നമുക്ക് തന്ന പ്രേമം എന്താണ്, ആ പ്രേമത്തെ നമ്മൾ മറ്റുള്ളവർക്ക് അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ചാൻസ് ഭഗവാൻ തന്നു എന്ന് എൻ്റെ മനസ്സ് തോന്നുന്നു. തീർച്ചയായിട്ടും 2011 ഭഗവാന്റെ ഡ്രാമ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ സ്വാമിയിൽ അത്രത്തോളം ഞാൻ എന്താ പറയുക, എൻ്റെ എല്ലാം സ്വാമിയാണ് എന്ന ആ ഒരു ഭാവത്തിലായിരുന്നു ഞാൻ. സ്വാമിക്ക് വേണ്ടി എന്തും എനിക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ അവധി സമയത്ത് എൻ്റെ ആദ്യത്തെ ഗുരുവായ മനോജ് സാർ, ജഗതിയിലാണ് സാർ താമസിക്കുന്നത്. സാറും അമ്മയുമാണ് വീട്ടിലുള്ളത്. സാറിൻ്റെ അനുഭവങ്ങൾ പറയാൻ നമുക്കൊന്നും വാക്കുകളൊന്നും കിട്ടില്ല. അത്രത്തോളം അനുഭവങ്ങൾ ഭഗവാൻ പറയുന്ന രീതിയിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് വേദത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ആ സാറാണ്, നമ്മുടെ എല്ലാം ഗുരുവാണ് മനോജ് സാറ്. സാറിൻ്റെ വീട്ടിൽ
വേദം പഠിക്കാൻ വേണ്ടി പോകുമായിരുന്നു. കുറേ യൂത്ത് കുട്ടികൾ ഓർഗനൈസേഷനിൽ പോകും, സന്ധ്യയിൽ പോകുന്നവരും അല്ലാതെയും എല്ലാ ദിവസവും മീൻസ് എല്ലാ വ്യാഴാഴ്ചയും എല്ലാ ഞായറാഴ്ചയും നാരായണ സേവ സാറിൻ്റെ കുട്ടികൾ, അവരൊന്നും ഓർഗനൈസേഷനിൽ പോകുന്ന ആ കുട്ടികളായിരുന്നില്ല അന്ന് ആ സമയത്തിനൊന്നും. അവർ സാറിൻ്റെ അടുത്ത് വരും. ആ സാറിൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സ്വാമിയുടെ പൂജ, ശാന്തി നിലയത്തിൽ നടക്കുന്ന ഷോഡശ പൂജ സാറിൻ്റെ വീട്ടിൽ എന്നും ഉണ്ടാവും. അത് കുട്ടികൾ പങ്കെടുക്കും. ഓരോ വിശേഷ ദിവസങ്ങളും ശാന്തി നിലയത്തിൽ ചെയ്യുന്ന പ്രോഗ്രാംസ് എല്ലാം സാറിൻ്റെ ആ ഒരു കുഞ്ഞ് ഒരു കട്ടിലിട്ടാൽ നിൽക്കുന്ന അത്രയുള്ള സ്പേസ്, ആ സ്പേസിൽ ഇരുന്ന് സാറ് പൂജ ചെയ്യും. അത് കാണുമ്പോൾ തന്നെ അത്ര സിംപ്ലിസിറ്റിയാണ് ആ സാറിനുള്ളത്. വീട് വിട്ട് അധികം പോകാറില്ല, അധികം ആളുകളായിട്ട് മിങ്കിളിംഗ് ഇല്ല. സ്വാമിയുടെ ഭക്തർ വരുമ്പോൾ മാത്രം അവരോട് സംസാരിക്കുക, അവരായിട്ടുള്ള കൂടുതൽ സ്വാമിയുടെ കാര്യങ്ങൾ പറയുക, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. പ്രത്യേകിച്ച് വേദം പഠിപ്പിച്ചു കൊടുക്കുക. എത്ര നേരം വേണമെങ്കിലും, പാതിരാത്രി ആയാലും സാറ് നിഷ്കാമകർമ്മം എന്ന് പറയില്ലേ, ഭഗവാൻ അത്ര ഒരു സ്വാമി പറഞ്ഞ അതനുസരിച്ചാണ് സാറ് ജീവിക്കുന്നത് തന്നെ. അങ്ങനെ നമുക്കൊരു അവസരം കിട്ടി. ആദ്യത്തെ ആ ഗുരുവിൽ നിന്നും എനിക്ക് വേദം പഠിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ വേദം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിനാണ് സാറ് നമ്മളോട് പറയുകയും, നമ്മളന്ന് 11 യൂത്ത് ഉണ്ടായിരുന്നു. സിറ്റി സമിതിയിലാണ് അന്ന്. സിറ്റി സമിതിയിലെ പുതിയ ബിൽഡിംഗ്, പ്രശാന്തി നിലയം പോലെ നിർമ്മിച്ച സിറ്റി സമിതിയിലെ, ട്രിവാൻഡ്രത്തെ സിറ്റി സമിതിയിലുള്ള ആ ഒരു ബിൽഡിംഗ് ഇനാഗ്രേഷൻ സമയത്തിന് സാറ് നമുക്കൊരു ആശയം തന്നു. ഇത്രയും വലിയൊരു ശാന്തി നിലയം പോലിരിക്കുന്ന ആ ഒരു ശാന്തി നിലയം തന്നെയാണത്. ആ സമിതിയിൽ ഇനി വെറും ഒരു ഭജനയും അല്ലെങ്കിൽ ഒരു നഗരസങ്കീർത്തനം അല്ലെങ്കിൽ മെഡിക്കൽ ക്യാമ്പ് മാത്രം ചെയ്താൽ പോരാ. ശാന്തി നിലയത്തിൽ നടക്കേണ്ട ഓംകാര റൂമിൽ നടക്കുന്ന സ്വാമിയുടെ അതേ പൂജകൾ നമുക്കും നിങ്ങളെ കൊണ്ട് സ്വാമി ചെയ്യിപ്പിക്കണം. ആ ഒരു ആശയം സാറ് കൊണ്ടുവരികയും അങ്ങനെ സാറ് നമ്മുടെ 11 പേരെയും ഷോഡശ ഉപചാര പൂജ, അതായത് പ്രശാന്തി നിലയത്തിൽ ഓംകാരം റൂമിൻ്റെ അകത്ത് നടക്കുന്ന പൂജ, അത് നമ്മുടെ വിദ്യാമണ്ണം സാറ് പഠിപ്പിച്ചു തരികയും അത് നമ്മുടെ സമിതിയിൽ, സിറ്റി സമിതിയിൽ ആദ്യമായിട്ട് ഈ 11 പേരുമാണ് പൂജ ചെയ്യാനായിട്ടുള്ള സിറ്റി സമിതിയിലെ കൺവീൻ തന്ന അവസരം തന്നു. അത് നമ്മുടെ മനസ്സിലൊരു 41 ദിവസം എല്ലാ പേരും കൂടി ചേർന്ന് നടത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ അതിനുശേഷം ഓരോരുത്തരും 41 ദിവസം ആകുമ്പോൾ നമുക്ക് പൂജ ബൈഹാർട്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരും വന്ന് പൂജ ചെയ്താൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ എല്ലാ ദിവസവും ഈ 41 ദിവസവും ഈ 11 പേരും രുദ്രവും പൂജാവിധികളോടുകൂടി ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു യൂണിറ്റിയോടുകൂടി, ഭഗവാന്റെ ആ യൂണിറ്റി, അന്നത്തെ ആ യൂണിറ്റി എന്ന് പറഞ്ഞാൽ തലേ ദിവസമേ എല്ലാവർക്കും ജോലിയും പഠിത്തവും എല്ലാം ഉള്ളവരാണ്. എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 6:30-7 മണിയാകുമ്പോൾ ഈ 11 പേരും അവരുടെ ഫ്രണ്ട്സും ഒക്കെ സമിതിയിൽ വരും. സമിതിയിൽ വന്നിട്ട് ഫുള്ളും ക്ലീൻ ചെയ്യും. റോഡ് വരെ നമ്മളെല്ലാവരും കൂടെ നിന്ന് ക്ലീൻ ചെയ്ത് നാളത്തെ പൂജയ്ക്കുള്ള, അത് ആര് ചെയ്യുന്നൊന്നുമില്ല, ആര് ചെയ്താലും എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് സ്വാമിക്ക് പൂജയ്ക്കുള്ള എല്ലാ സെറ്റ് ചെയ്ത് വയ്ക്കും. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും വരും. വന്നിട്ട് 6 മണിക്ക് ഷോഡശ പൂജ തുടങ്ങും. വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ആ പൂജാവിധി പ്രകാരം അത് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഓരോരുത്തർക്കും 2 പേരായിരിക്കും ഇരിക്കുന്നത്. ഒരാൾ മെയിൻ പൂജാരിയാവും, മറ്റേ അടുത്തിരിക്കുന്ന ആൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സ്വാമിയുടെ വിഗ്രഹം ഡയസിൽ നിന്നും നമ്മളിരിക്കുന്ന ആ ഒരു പീഠത്തിലേക്ക് സ്വാമിയുടെ ആ ഒരു തീർത്ഥസ്ഥായി വെച്ചിട്ടുണ്ടാവും. അതിൽ ഭഗവാനെ കൊണ്ട് വയ്ക്കണം. ഭഗവാൻ മീൻസ് നമ്മൾ വിഗ്രഹം എന്ന് പറയാൻ ശ്രീ ഭഗവാന്റെ വിഗ്രഹത്തിൽ സ്വാമിയാണ് സങ്കല്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. അങ്ങനെ അതിലാണ് അഭിഷേകം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് വന്നപ്പോൾ നമുക്ക് വരുന്ന ഒരു ചേഞ്ചസും, അതുപോലെ ഒരു വ്യാഴാഴ്ച ഭജന നടന്നുകൊണ്ട സമയത്തിന് സിറ്റിക്കകത്ത് ഇങ്ങനെ ഒരു മങ്കി, ഒരു കുരങ്ങൻ വരുന്നത് അപൂർവമാണ്. അതും സിറ്റിയിലാണ്. അപ്പം ഭജന നടന്നുകൊണ്ട സമയത്തിന് നമ്മുടെ സമിതിയുടെ മുകളിൽ ഒരു കുരങ്ങൻ വന്ന് കുറേ നേരം ഭജൻസ് കേൾക്കുന്ന ആ ഒരു സംരംഭം ഒരു ദിവസം ഉണ്ടായി. പിന്നെ നമ്മൾ പൂജ ചെയ്തുകൊണ്ട സമയത്തിന് സ്വാമിയുടെ ഡിവൈൻ ഡോറിന് നേരെ ഓപ്പോസിറ്റ് ചുവരുണ്ട്. ആ ചുവരിൽ ഒരു ഗരുഡൻ വന്നിരുന്നു. നമ്മുടെ തുളസിത്തറയുണ്ട്. അപ്പോൾ അത് ഗരുഡൻ വന്നിരിക്കുമ്പോൾ അത് നേരെ സ്വാമിയുടെ ചെയറിലോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു സർപ്പം വന്നായിരുന്നു.
ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വരുന്നപ്പോൾ നമ്മളിതെല്ലാം അന്നത്തെ കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ്. ഭഗവാന്റെ ഈ പൂജ കഴിഞ്ഞിട്ട് പോകും, നേരെ സാറിൻ്റെ വീട്ടിൽ പോകും, സാറിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം സാറിൻ്റെ അടുത്ത് വിശദീകരിക്കും. അപ്പോൾ സാറ് ഓരോ ദിവസം നമ്മുടെ ആ ഒരു മനസ്സിന് സന്തോഷം സാറിൻ്റെ അടുത്ത് ഒന്ന് പറയുമ്പോഴും അതൊക്കെ സാറ് കണ്ടിട്ട് ഒരു ദിവസം സാറ് പറയായിരുന്നു, നിങ്ങൾ ഓരോ പൂജയും അത്ര ഡെഡിക്കേറ്റഡോടുകൂടി ചെയ്യണം. ഭഗവാൻ എന്നാണോ നിങ്ങളുടെ പൂജ കാണാൻ വരുന്നതെന്ന് അറിയില്ല. അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് വേണം ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യും. കാരണം സ്വാമിക്ക് പെർഫെക്ഷൻ ആണ്, എല്ലാ കാര്യത്തിനും പെർഫെക്ഷൻ. അതുകൊണ്ടാണ് സ്വാമിയുടെ ആ ഓരോ വരവ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് തന്നെയാണ് നമ്മൾ റോഡ് വരെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് ഓരോ കോലയിട്ട് വയ്ക്കുക, എല്ലാം വിശേഷ ദിവസങ്ങളെല്ലാം കുരുത്തോലയെ കൊണ്ട് അലങ്കരിച്ച് സ്വാമി ഡിവൈൻ ഡോറിലൊക്കെ പൂക്കളെ കൊണ്ട് അലങ്കരിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പം നമ്മുടെ ഈ സന്തോഷം ഈ കൂട്ടായ്മയും കണ്ടിട്ട് സാർ എപ്പോഴും പറയായിരുന്നു, നിങ്ങൾ സ്വാമിയുടെ അത്രയും വേണ്ടപ്പെട്ട കുട്ടികളാണ്, അപ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാനൊക്കെ സാറ് പറയുകയാണ്. അങ്ങനെ ഒരു ദിവസം ഓരോരുത്തരും ഇങ്ങനെ എല്ലാ ദിവസവും പൊയ്ക്കൊണ്ടിരുന്നു. ഒരു ശനിയാഴ്ച പൂജ ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടി. അപ്പോൾ എൻ്റെ കൂടെ മോനും ഉണ്ട്. അപ്പം വീട്ടിൽ മിക്ക ദിവസങ്ങളിലും വീട്ടിൽ കണ്ടിന്യൂസ് അല്ലെങ്കിലും ഭജൻസ് നടക്കാറുണ്ട്. അപ്പം ഒന്ന് മോന് ഒരു 3-ൽ പഠിക്കുന്ന സമയം, 3-ലോ 4-ലോ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ അവൻ ഭജൻസ് പഠിക്കും, ഭജൻസ് പാടും, ഗിഞ്ചർ തന്നെത്താൻ ഇതൊക്കെ തന്നെത്താൻ പഠിക്കുന്നതാണ്. സ്വാമിയുടെ ആ ഒരു ഇത് കൊണ്ട് തന്നെത്താൻ പഠിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ ഭജനയ്ക്കും പൂജയ്ക്കൊക്കെ മോനും ഇൻട്രസ്റ്റ്. അപ്പോൾ എൻ്റെ കൂടെ ഭജനയ്ക്ക് വരുമ്പോൾ ഈ രാവിലെ തന്നെ മോനും എണീറ്റ് നഗരസങ്കീർത്തനത്തിന് അതുപോലെ ഭജൻസിന് ഈ പൂജയ്ക്കും വരുമായിരുന്നു. അന്നത്തെ ദിവസം എൻ്റെ കൂടെ വരണമെന്ന് നിർബന്ധിക്കുക, അങ്ങനെ മോനും കൂടെ വന്ന് പൂജ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നോക്കി വന്ന് ശനിയാഴ്ചയാണ്, തലേദിവസം ഫ്രൈഡേ എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ എല്ലാവരും പറയും നാളെ ആരും ഉറങ്ങിപ്പോകരുത്, ശനിയാഴ്ചയാണ്, സാറ്റർഡേ ആണ്, അപ്പം എല്ലാവരും വരണം എന്ന് ഉള്ളതെന്ന് ഓർമ്മിപ്പിക്കും. അതിപ്പോൾ എല്ലാ ദിവസവും ഉള്ളതാണ്. അപ്പം അങ്ങനെ ഇവരടുത്ത് പറയും, എല്ലാവരും ചേട്ടാ എല്ലാവരും തലേദിവസം ചേട്ടൻ്റെ പൂജയ്ക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെ അന്ന് 5:50 വരെ നോക്കിയിട്ടും ആരും വന്നില്ല. അപ്പോൾ സ്വാമിയുടെ ഡയസിൽ നിന്നും ആ ശ്രീ ഭഗവാന്റെ വിഗ്രഹം എടുത്ത് സ്വാമി ആവാഹിക്കുന്ന മന്ത്രം പറയുമ്പോൾ അതിനെ പൂജ ചെയ്യുന്ന അവിടെ തീർത്ഥസ്ഥായി വെച്ചിട്ടുണ്ടാവും, അതിൽ വയ്ക്കണം. അതങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരാളും കൂടി ഹെൽപ്പ് വേണം. അപ്പോൾ ഞാൻ മോൻ്റെ അടുത്ത് പറയും, മോൻ്റെ കാര്യം ചെയ്യും, സ്വാമിയുടെ ആ ഒരു പൂജയ്ക്കുള്ള ഡ്രസ്സ് ഉണ്ടല്ലോ, ആ പൂജ എന്തായാലും അവൻ കൊണ്ടുവരും. ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ എല്ലാവരും ഒരേ യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ട് അതേ ഡ്രസ്സാണ് ഇടാറ്, മുണ്ടും മേൽമുണ്ടും. അപ്പം അത് ഇട്ടുകൊണ്ട് മോനും ഇട്ടുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ ഇവൻ ഈ ഓരോ വാഹനങ്ങളുടെ ഓരോ ഈശ്വരന്മാരുടെ വാഹനങ്ങളാണല്ലോ, കുരങ്ങനായാലും ഈ കൃഷ്ണപ്പരുന്തായാലും നാഗമായാലും എല്ലാം ഓരോ ഈശ്വരന്മാരുടെ വാഹനമാണ് എന്നാണ് ഹിന്ദുത്വ നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. അപ്പം ഇതെല്ലാം മോന് കേൾക്കുകയും അവൻ സത്സംഗത്തിലെല്ലാം പങ്കെടുക്കുകയും എല്ലാം ചെയ്യുന്നൊരു കുട്ടിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ പൂജ സ്റ്റാർട്ട് ചെയ്തു, ആരെയും കണ്ടില്ല, പൂജ സ്റ്റാർട്ട് ചെയ്തു. സ്വാമിയുടെ ആ ഒരു വിഗ്രഹം എടുത്ത് മോനാണ് കൊണ്ട് സൈഡ് വച്ച് തന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ഉടൻ തന്നെ സ്വാമിക്ക് അർഘ്യവും ആചമനീയവും എല്ലാം കൊടുത്തിട്ട് ഭഗവാൻ അഭിഷേകം ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ സ്വാമിയുടെ ഡിവൈൻ ഡോറിൽ ഒരു കീരി വന്നു. അപ്പോൾ ആ കീരി വന്നപ്പോൾ മോൻ എൻ്റെ അടുത്ത് ഉടൻ തന്നെ തട്ടി വിളിച്ചിട്ട്, അച്ഛൻ ദോഗിരി കീരി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സ്വാമി തൊട്ട് ബാക്കിൽ സ്വാമിയുടെ നടന്ന് ഭഗവാൻ സ്വാമിയുടെ ഡിവൈൻ ഡോറിൽ കൂടി നടന്ന് സ്വാമിയുടെ സിംഹാസനത്തിലോട്ട് കയറിയിരുന്നു. ഞാൻ മാത്രമല്ല കാണുന്നത്, എൻ്റെ മോനും കാണുകയാണ്. അപ്പോൾ മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ചാച്ച സ്വാമി എന്ന്. അപ്പം ഞാനും മോനും ഭഗവാനും ആയിട്ടുള്ള ആ ഒരു ലോകത്തേക്കൊന്ന് മാറി. സ്വപ്നമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. എത്ര പേര് ഇത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഭയങ്കര പ്രശ്നങ്ങളായിരുന്നെങ്കിലും ഞാനത് തുറന്നു പറയുകയാണ്. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ആ ഒരു ദർശനം. അത് സ്വാമി പറയാറില്ലേ, എത്രയോ ഋഷീഷന്മാർ കാത്തിരിക്കുന്ന ആ ഒരു ഭഗവാന്റെ ദർശനം നമുക്ക് അന്നത് കിട്ടാനായിട്ടുള്ള ഇടയുണ്ടാക്കി സ്വാമി വന്നിരുന്നു. അപ്പോൾ എനിക്ക് സ്വാഭാവികം നമ്മൾ ഭഗവാനെ ആ ഒരു സമിതിയിൽ ആ ചെയറിൽ നമ്മൾ മാത്രം ഇരിക്കും, നമ്മൾ ഭഗവാനെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പേടി, ഒരു ഭക്തി, ഇതെല്ലാം ആ സമയത്ത് തോന്നി. എൻ്റെ അന്ന് അഭിഷേകം ചെയ്യാനായിട്ട് പുരുഷ സൂക്തം ജപിച്ച് അഭിഷേകം ചെയ്യണം.
പക്ഷേ ഞാൻ ഓൾറെഡി എല്ലാം മറന്നുപോയി, എനിക്കൊന്നും ഓർമ്മയില്ല. അറ്റ് ദാറ്റ് മൊമെൻറ്റ് സ്വാമി എന്ത് ചെയ്തു? സ്വാമി പുരുഷസൂക്തം ചൊല്ലിത്തുടങ്ങി. തച്ചയ്യോരാവരണീയമേ ഗാതും യജ്ഞായ ഗാതും യജ്ഞപദേ ദൈവി. ആ ഒരു മന്ത്രം പുരുഷസൂക്തം തുടങ്ങി തന്നു. അപ്പോൾ ആ പുരുഷസൂക്തം ജപിക്കുമ്പോൾ 2-3 സ്ഥലങ്ങളിൽ എനിക്ക് മിസ്റ്റേക്ക് വരാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റമാണ് അത്. ആ സമയമാകുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി സൗണ്ട് കുറയ്ക്കും. അതാണ് എൻ്റെ ആ ഒരു ശീലം, അങ്ങനെ ആയിരുന്നു. ഞാനിത് സ്വാമി ഇങ്ങനെ ചൊല്ലും തോറും ഞാനും ചൊല്ലി അഭിഷേകം ചെയ്യും. എനിക്ക് എവിടെയാണോ മിസ്റ്റേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നു ആ സമയം സ്വാമി ഉറച്ചു പറയും, സ്ട്രെസ് ചെയ്ത് ഉറച്ചു പറയും. അത് കഴിഞ്ഞു, അഭിഷേകം കഴിഞ്ഞു, സ്വാമിക്കുള്ള ഡ്രസ്സ് ഇട്ടു, അലങ്കാര പൂക്കളൊക്കെ ഇട്ടു, സ്വാമിക്ക് അർച്ചന ചെയ്തു, നിവേദ്യം കൊടുത്തു, അർച്ചന ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്വാമി മോൻ്റെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, ഷിർഡി സായി ദ്വാരകമായി എന്ന ഭജന പാടാൻ വേണ്ടി പറഞ്ഞു. മോൻ തലേദിവസം പഠിച്ച് പാടിയ, എൻ്റെ അടുത്ത് പാടിയ, വീട്ടിലും പാടിയ ഒരു ഭജനാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞു. അവൻ അത് ഉടൻ തന്നെ സ്വാമി പറഞ്ഞ ദാറ്റ് മൊമെൻറ്റ് തന്നെ മോൻ അത് പാടുകയും അത് കഴിഞ്ഞിട്ട് സ്വാമി കീർത്തനം സമർപ്പിക്കണം. അത് കഴിഞ്ഞ് ഗ്രന്ഥപാരായണം സമർപ്പിക്കണം. ഗ്രന്ഥപാരായണം, ഈ ഗ്രന്ഥം സ്വാമിയുടെ ഷിർഡി സായി സച്ചരിതം, ഷിർഡി ഭഗവാന്റെ വിഗ്രഹമുണ്ട്, വിഗ്രഹത്തിൻ്റെ ഫ്രണ്ടിലാണ് ഷിർഡി സച്ചരിതം വച്ചിരിക്കുന്നത്. അത് ചെന്ന് എടുത്തിട്ട് വന്ന് നമ്മളവിടെ നിന്ന് വായിക്കുക. അപ്പോൾ അത് മോൻ തന്നെ എടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അതിൽ ഒരു അധ്യായം, ഒരു പേജിൽ വായിച്ചപ്പോൾ അത് സമാധിയെക്കുറിച്ചായിരുന്നു. സമാധി എന്ന് പറയുന്നത് ഭഗവാന്റെ റെസ്റ്റിംഗ് ടൈമാണ്. ആ റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞിട്ട് സ്വാമിയുടെ തിരിച്ചൊരു വരവുണ്ട്. ആ വരവ് എന്ന് പറയുന്നത് ഇതിനേക്കാളും പവർഫുൾ ആയിട്ടായിരിക്കും ഭഗവാന്റെ വരവ്. ഈ ഒരു ഇതാണ് എനിക്ക് വായിക്കാനായിട്ട് കിട്ടിയത്. ഞാനത് വായിച്ചു, സ്വാമി നോക്കി തൊഴുതു. അപ്പോൾ സ്വാമി ആരതി കഴിഞ്ഞു. ഭഗവാൻ നമ്മളെ രണ്ടുപേരെയും സ്വാമിയുടെ ഡയസിലോട്ട് കയറി വരാൻ പറഞ്ഞു. ഡയസിലോട്ട് കയറി വന്നു. സ്വാമി പാദനമസ്കാരം തന്നു. പാദനമസ്കാരം എന്ന് പറഞ്ഞു. രണ്ടുപേരും പാദനമസ്കാരം എടുത്തു. സ്വാമി നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് സ്വാമി പറഞ്ഞതാണ്, യൂണിറ്റി യൂണിറ്റി യൂണിറ്റി. 3 പ്രാവശ്യം ഭഗവാൻ യൂണിറ്റിയെക്കുറിച്ച് പറഞ്ഞു. സ്വാമി സ്റ്റെപ്പ് ഇറങ്ങിയത്, 2 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ആ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിയതും ആ കീരി വന്ന് ഫ്രണ്ടിൽ വരികയും ഭഗവാനും ഇറങ്ങി ഡിവൈൻ ഡോർ വഴി കീരി ഫ്രണ്ടിലും സ്വാമിയും കൂടെ ഇറങ്ങിപ്പോയി. അതിനുശേഷം വരുന്ന ആ ഒരു മാറ്റം, ആ ഒരു എന്താ പറയുക, ആ ഒരു പേടിയും ഭക്തിയും എല്ലാം കൂടി ചേർന്ന് വന്നപ്പോൾ എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാനങ്ങ് വേർത്ത് കുടിച്ച് ആ ഒരു ലെവലിൽ നിൽക്കുകയാണ്. കാരണം അറിയാമല്ലോ, സ്വാമിയുടെ ആ ഒരു ഫിസിക്കൽ ബോഡി നമ്മൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാറ്റം എന്താണെന്ന് നമുക്കറിയാമല്ലോ. അതുപോലെയാണ് സ്വാമിയുടെ സമാധിക്ക് ശേഷമുള്ള ഭഗവാന്റെ ആദ്യത്തെ ആ ഒരു ദർശനം. അതെന്നെ വല്ലാത്തൊരവസ്ഥയിലോട്ട് കൊണ്ടുപോയി. ഞാൻ ഉടൻ തന്നെ പൂജാപാത്രങ്ങളെല്ലാം എടുത്ത് കഴുകി കൊണ്ടുവച്ചിട്ട് എത്രയും പെട്ടെന്ന് ഭഗവാൻ നമ്മുടെ ഗുരുവിൻ്റെ അടുത്ത്, മനോസ്വാമിയുടെ അടുത്തേക്ക് ഓടിപ്പോയി. സ്വാമിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു സന്തോഷത്തോടെ ഞാൻ അവിടെ നിന്ന് സ്വാമിയുടെ മുമ്പിലിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ഭഗവാൻ തന്ന ഈ ഒരു അവസരം സ്വാമിനും വളരെ സന്തോഷം. സാറ് പറഞ്ഞു, സ്വാമിയുടെ ആ ഒരു ദർശനം കിട്ടിയ ഒരു മഹാഭാഗ്യം എന്ന് തോന്നി. സാറത് പറയുകയും ചെയ്തു. എനിക്കത് വളരെ സന്തോഷമായി. സ്വാമി എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിരുന്നു. കാരണം നമ്മൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. സ്വാമി ചെയ്യിപ്പിച്ചു, നമ്മൾ ചെയ്യുന്നതല്ല, നമ്മൾ സ്വാമി ചെയ്യിപ്പിക്കുന്നതാണ്. ആ ഒരു അവസരത്തിൽ ചെയ്തു. അന്ന് ആ ഒരു യൂണിറ്റി, അതുവരെ ഉണ്ടായിരുന്ന യൂണിറ്റി സ്വാമി പറഞ്ഞതിന് ശേഷം ആ യൂണിറ്റി കംപ്ലീറ്റ് പോയി. എല്ലാവരും പല സ്ഥലത്തോട്ടായി. പിന്നെ വരുന്ന ആ ഒരു മാറ്റം, പിന്നെയാണ് സ്വാമി എന്നെ പൂജയിലോട്ട് കൂടുതൽ കൊണ്ടുപോകാനായിട്ടുള്ള അവസരങ്ങൾ സ്വാമി തന്നത്. അങ്ങനെ ഭഗവാന്റെ ആ ഒരു ദർശന, സമാധിക്ക് ശേഷമുള്ള ആ ഒരു ദർശനത്തിന് ശേഷം സമിതിയിലായാലും ഒരു അകൽച്ച എനിക്ക് ഫീൽ ചെയ്യും. കാരണം എല്ലാവരും ഈ ഒരു അനുഭവ കഥ കേൾക്കുകയും വളരെ ആകാംക്ഷയോടുകൂടിയാണ് എല്ലാവരും കേട്ടുകൊണ്ടിരുന്നത്. എനിക്കും ഭഗവാന്റെ കഥകൾ, ഈ ഒരു സംഭവം പറയാൻ വേണ്ടി എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഞാനത് എല്ലായിടത്തും പറഞ്ഞു. പക്ഷേ അത് കേട്ടവർ ഏത് രീതിയിൽ നല്ല, അവർ എൻ്റെ അടുത്ത് ഒരു അനുഭവം കേൾക്കുകയും പക്ഷേ വെളിയിൽ ചെന്നിട്ട് അതിൻ്റെ നെഗറ്റീവായിട്ട് സംസാരിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ കേട്ടപ്പോൾ ഭഗവാന്റെ ആ ഒരു സ്വാമിയുടെ ആ ദർശനം അത് കേട്ടപ്പോൾ അത് മകനെ പോലും
ഞാൻ കള്ളം പറഞ്ഞത് എന്നുള്ള ലെവലിലായി. അത് കഴിഞ്ഞിട്ട് എൻ്റെ മകനെ പോലും, അന്ന് അവന് 5 വയസ്സേ ഉള്ളൂ, ആ കുഞ്ഞിനെ പോലും അവർ എന്താ പറയുക, സന്ധ്യക്കാരായ കുറ്റം പറയുന്നതല്ല, ഞാൻ പറഞ്ഞു പഠിപ്പിച്ചത് എന്നുള്ള ലെവലിലോട്ട് കൊണ്ടുപോയി. ഇങ്ങനെ ഈ ഭഗവാന്റെ കാര്യം എങ്ങനെ ഇത് പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് പറ്റും? ഇത് പഠിപ്പിച്ചാൽ തന്നെ അത് പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് പറയുമ്പോൾ എത്ര കള്ളത്തരം ആയാലും അത് പറയുമ്പോൾ കള്ളത്തരമാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ കുഞ്ഞിനോട് ചോദിക്കുമ്പോൾ ആ അനുഭവം ആ സമയത്ത് മോനത് വ്യക്തമായിട്ട് നടന്ന സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു പല പ്രശ്നങ്ങളും പല സംസാരങ്ങളും സന്ധിക്കകത്തുണ്ടായി. അതെല്ലാം പിന്നെ ഞാൻ സന്ധിയിലോട്ടുള്ള പോക്ക് കുറച്ച് കൊണ്ടുവന്നു. ആദ്യ സമയത്ത് മാത്രമേ, കാരണം എന്നെ കണ്ട് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ടോക്ക് ഒരിക്കലും ഭഗവാന്റെ പേരിന് ഒരു മോശം ഉണ്ടാകരുത് എന്നുള്ള ഒറ്റ വിചാരത്തോടെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നാൽ വീട്ടിൽ ഇരുന്നിട്ട് ആദ്യ സമയമാകുമ്പോൾ ജസ്റ്റ് സന്ധി പോവുക, ആദ്യം തൊഴുക, തിരിച്ചു വരിക. അങ്ങനെ ഞാൻ ഒതുങ്ങി മക്കളെ ഞാൻ പൂജയ്ക്ക് കൊണ്ടുപോകാതെയായി. അങ്ങനെ ഭഗവാന്റെ ആ ഒരു പൂജ നമ്മൾ പഠിച്ചു. ഞാനങ്ങ് ഒറ്റപ്പെട്ടു പോയി, ആ യൂണിറ്റി അങ്ങ് പോയി, ഞാനങ്ങ് ഒറ്റപ്പെട്ടു പോയി. എൻ്റെ മനസ്സ് പിന്നെയും പഴയ രീതിയിലോട്ട് പോയി. സ്വാമി എന്തിനെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു? എനിക്ക് മാത്രം എന്തിന് സ്വാമി ദർശനം തന്നു? 11 പേരുണ്ടായ സമയത്ത് സ്വാമി ദർശനം തന്നു. ഈ ഒരു പേര് ദോഷം എനിക്ക് കേൾക്കേണ്ടിയില്ലായിരുന്നല്ലോ. ഗുരുനാഥൻ പറയാറുണ്ട്, പ്രവീൺ ഒരു രീതിയിലും പേടിക്കുന്ന, സ്വാമിയുടെ സങ്കല്പമില്ല ഒരു കാര്യവും നടക്കില്ല, സ്വാമി പ്രവീൺ സെലക്ട് ആ ഒരു ധൈര്യം എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ആ പൂജ കണ്ടിപ്പോൾ എനിക്ക് 41 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ സന്ധ്യയിൽ ഓരോരുത്തരും വന്ന് പൂജ ചെയ്ത ആ ഒരു റൂട്ടീൻ കൊടുത്തപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസം എനിക്ക് പൂജ ചെയ്യാം. അപ്പോൾ എൻ്റെ പൂജ ദിവസം ഞാൻ തലേദിവസമേ പോയി ചെന്ന് എല്ലാം ക്ലീൻ ചെയ്ത് എൻ്റെ ആസ് യൂഷ്വൽ സന്ധ്യ ഫുള്ളും ക്ലീൻ ചെയ്ത് അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു വ്യാഴാഴ്ച രാവിലെ ദർശനത്തിന് ഞാൻ ഡ്രീമിൽ കാണുകയാണ്. ഞാൻ പ്രശാന്തി നിലയത്തിൽ ദർശനത്തിന് ഇരിക്കുന്നു. സ്വാമി എൻ്റെ ഫ്രണ്ടിൽ വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് സ്വാമി പറഞ്ഞു, ടേക്ക് പെൻ ആൻഡ് പേപ്പർ. അപ്പം ഞാൻ അടുത്തിരുന്ന ഒരു ഫോണിൻ്റെ പെന്നും പേപ്പറും സ്വാമി എടുത്തെടുത്ത് കൊടുത്തു. സ്വാമി അതിൽ 90 അത് സ്വാമിയുടെ ആ സമയം ബർത്ത്ഡേ 90th ബർത്ത്ഡേ ടൈമാണ്. ഒരു 3-4 മാസത്തിന് മുമ്പാണ് ഈ ഒരു ഡ്രീം കാണുന്നത്. സ്വാമി താഴെ 90 എഴുതിയിട്ട് 90 പൂജ 90 ഹൗസ് ബിഫോർ 90th ബർത്ത്ഡേ സ്വാമി എഴുതി കാണിച്ചു. 90 പൂജ 90 ഹൗസ് ബിഫോർ 90th ബർത്ത്ഡേ എന്ന് സ്വാമി എഴുതിയിട്ട് എൻ്റെ മടിയിലോട്ട് എടുത്തിട്ട് ഞാൻ ചാടി മുന്നേ എണീറ്റു. എൻ്റെ ഡ്രീം കൃത്യമായിട്ട് സ്വാമി എനിക്ക് പറഞ്ഞ് വ്യക്തമായിട്ട് അറിയാം. 90 പൂജ 90 ഹൗസ് ബിഫോർ 90th ബർത്ത്ഡേ. ആ പൂജ എന്ന് പറഞ്ഞ് ഷോഡശ പൂജയാണ്. അപ്പോൾ ഞാൻ ഇത് നേരെ നമ്മുടെ ഗുരുനാഥൻ്റെ അടുത്ത് മനോജ് സാറിൻ്റെ അടുത്ത് പൂജ സാറിൻ്റെ മനസ്സിലാക്കി ഇങ്ങനെ ഒരു സംഭവം സ്വാമി ട്രെയിനിൽ വന്നു, ഞാൻ അതെന്ത് ചെയ്യണം? സ്വാമി അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, സ്വാമി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സിൻ്റെ അടുത്തും അതുപോലെ റിലേറ്റീവ്സിൻ്റെ വീടുകളിലും സന്ധിയിലുള്ള അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളടുത്ത് മാത്രം പറഞ്ഞിട്ട് ഞാൻ പൂജ ചെയ്യാനായിട്ട്, കാരണം സ്വാമിയുടെ 90th ബർത്ത്ഡേ എന്ന് പറയുന്നത് ഇനി 3-3.5 മാസം വരെ ഉള്ളൂ. അപ്പം അതിന് മുമ്പ് ദിവസം ഓരോ പൂജ വെച്ച് ചെയ്താൽ മാത്രമേ, സന്ധ്യ ചെയ്യുന്നതിന് കൂടുതൽ ഒരു പൂജ ഓരോ വീടുകളും ചെയ്താൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അതുകൊണ്ടാണ് ബർത്ത്ഡേക്ക് മുമ്പ് കംപ്ലീറ്റ് ആക്കുകയും വേണം. അപ്പോൾ ഞാൻ ഇത് ചെയ്തു തുടങ്ങി. ഏകദേശം ഒരു 18-19 പൂജയൊക്കെ ആയപ്പം തന്നെ സന്ധ്യയിലൊക്കെ സംസാരമായി. പ്രവീണ് പൂജ എന്നുള്ള ലെവലിലോട്ട് പോകുന്നുണ്ട്, പിന്നെ അത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ലെവലിലോട്ട് സംസാരമായി. പല റൂമേഴ്സ്. അപ്പം എനിക്ക് പൂജയ്ക്ക് പോകുമ്പോൾ എൻ്റെ റിസ്കിൽ ഞാൻ ഭഗവാന്റെ വിഗ്രഹം, ഭഗവാന്റെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ പൂജ സാധനങ്ങളെല്ലാം ഞാൻ കൊണ്ടുപോയാണ് ആ വീട്ടിൽ കൊണ്ടുവച്ച് പൂജ ചെയ്യുന്നത്. ഇതിപ്പം കേൾക്കുന്ന എല്ലാ ഡിവോട്ടീസും അറിയാം ആ പൂജ ചെയ്തതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് ഇപ്പം വേണ്ട അവർ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ എല്ലാ വീടുകളിലും പൂജയ്ക്ക് ഏകദേശം 18 വീട് കഴിഞ്ഞിട്ട് തന്നെ എനിക്ക് 5-6 ദിവസം സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം മാനസികമായിട്ട് എന്നെ അത്രത്തോളം തളർത്തിയ ഓരോരുത്തരുടെയും ആ ഒരു ഡയലോഗ് കേട്ട് എനിക്ക് എൻ്റെ മനസ്സിനെ കൊണ്ട് അടിച്ചമർത്തി ചെയ്യുന്ന ഒരു സമയമായിരുന്നു. എനിക്ക് എത്രത്തോളം വിഷമമുണ്ടായ സമയം. ഞാൻ ആ ഒരു 5-6 ദിവസം ഞാൻ പൂജ ചെയ്തില്ല, സംബന്ധിച്ചെന്ന് അറ്റൻഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഈ സംസാരം ആയതുകൊണ്ട്
ആ സമയത്ത് സ്വാമി ട്രെയിനിൽ വന്നിട്ട് വൈ യു സ്റ്റോപ്പ് പൂജ. ഞാൻ ഞെട്ടി വന്നു. സ്വാമി ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സ്വാമിയെ പറ്റി പറയുന്നുണ്ട്. സ്വാമിക്ക് മോശം പേരാണ്, ഞാനിത് എന്നെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കുന്നു സ്വാമിയോട്. സ്വാമി പറയാണ്, നിന്റെ അടുത്ത് ഞാനല്ലേ പറഞ്ഞത്, എന്തിനാണ് പൂജ ചെയ്യിപ്പിക്കുന്നത്? ഓരോ വീടും ശാന്തി നിലയമാവണം, ഓരോന്നും പോസിറ്റീവ് എനർജി ഉണ്ടാകണം. ഒരു വീട് പോസിറ്റീവ് ആയാൽ, ഒരു വ്യക്തി പോസിറ്റീവ് എനർജി ആയാൽ ആ കുടുംബം പോസിറ്റീവ് ആവും. ആ കുടുംബം പോസിറ്റീവ് ആയാൽ ആ വീട് പോസിറ്റീവ് ആവും. ആ വീട് പോസിറ്റീവ് ആയാൽ നൈബേഴ്സ് പോസിറ്റീവ് ആവും. ആ പോസിറ്റിവിറ്റിയിൽ കൂടി നമുക്ക് ആ പ്രദേശവും ആ ദേശവും ആ രാജ്യവും ആ ലോകവും നമുക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റും. അതുകൊണ്ടാണ് സ്വാമി ഈ പൂജ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇതുപോലെ ലോകത്തെ പല ഭാഗത്തു നിന്നും ഓരോ യുവജനങ്ങളെയും കൊണ്ട് സ്വാമി ചെയ്യിപ്പിക്കുന്നുണ്ട്. നീ മുന്നിട്ടിറങ്ങി, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ആരും നോക്കണ്ട, സ്വാമിയാണ് പറയുന്നത്, നീ എൻ്റെ വാക്ക് വിശ്വസിക്കണം എന്ന് പറഞ്ഞ് ഭഗവാൻ എന്നെ അവിടെ നിന്ന് തള്ളിവിട്ടു. അങ്ങനെ പിന്നെ ഞാൻ സാമ്പത്തിക സാധിക്കുന്നൊരു സ്വാമി ഡ്രീമിൽ തന്നു. ഞാൻ എന്ത് ചെയ്യണം, വീട് ധൈര്യമായിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി കുറച്ച് പൂജകൾ ഓരോരുത്തരുടെ സങ്കല്പത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ചെയ്തു. അപ്പോഴും സ്വാമി പറഞ്ഞു, എൻ്റെ വീട് മാത്രം പോസിറ്റീവ് ആയാൽ പോരാ, എല്ലാ ഭക്തൻ്റെയും വീട് പോസിറ്റീവ് ആവണം. ഈ ഓരോ വീട്ടിൽ ചെന്ന് പൂജ ചെയ്യണം, ഒരു പൈസ പോലും ദക്ഷിണ മേടിക്കരുത്, ഇത് ഭഗവാന്റെ ഇച്ഛയോടുകൂടി അവർക്ക് കൊടുക്കുന്ന ഒരു അവസരമാണ് എന്ന് പറഞ്ഞിട്ടാണ് സ്വാമി പോയത്. അപ്പം ആ ഒരു 90 പൂജ സ്വാമിയുടെ ഒറ്റ സങ്കല്പത്തോടുകൊണ്ട് മാത്രം ബർത്ത്ഡേക്ക് മുമ്പ് ഒരു ദിവസം 3 പൂജയൊക്കെ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ 3 പൂജ, ഈ ഷോഡശ പൂജ ഞാൻ ചെയ്യേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ട്. കാരണം 90 പൂജ എനിക്ക് തീർക്കാനായിട്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ചെയ്തു. ഇപ്പം ആ വീടുകളെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് അന്ന് സ്വാമി ചെയ്യിപ്പിച്ച ആ വീടുകളിലെല്ലാം വരുന്ന ആ നെഗറ്റീവൊക്കെ സ്വാമി മാറ്റി ഇപ്പം അവിടെ പോസിറ്റീവായിട്ട് പല വീടുകളിലും വന്നിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് എനിക്കറിയാം, സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 90th ബർത്ത്ഡേക്ക് ഭഗവാന്റെ ആ പ്രശാന്തി നിലയത്തിൽ എത്തുമെന്ന് എനിക്ക് യാതൊരു സങ്കല്പവുമില്ല. എൻ്റെ മനസ്സിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ സ്വാമി എന്നെ 90th ബർത്ത്ഡേക്ക് ഭഗവാന്റെ പ്രശാന്തി നിലയത്തിൽ കൊണ്ടെത്തിച്ചു. അതാണ് വാസ്തവം. അങ്ങനെ പ്രശാന്തി നിലയത്തിൽ പോകാനായിട്ട് അവസരം കിട്ടി. പ്രശാന്തി നിലയത്തിലെത്തി. ഇത്രയും തിരക്ക് പിടിച്ച ആ ഒരു സ്ഥലമാണ്. ഭഗവാന്റെ ബർത്ത്ഡേക്ക് അറിയാം എത്രമാത്രം ക്രൗഡാണ്. ഫിസിക്കൽ ബോഡി ഉണ്ടായിരുന്ന സമയത്തിനും ഭഗവാന്റെ ആ ചൈതന്യം പ്രപഞ്ചം മൊത്തം വ്യാപിച്ച സമയത്തിനും ഉണ്ടാകുന്ന ആ ഒരു മാറ്റത്തിന് ഒരു കുറവുമില്ല. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒഴുകി വരികയായിരുന്നു ഭഗവാന്റെ 90th ബർത്ത്ഡേ. അവിടെ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ പ്രശാന്തി നിലയത്തിൽ വന്നിട്ട് എന്നെയും സ്വാമി ഒരു VVIP ആയിട്ട് ഭഗവാൻ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് പല ബർത്ത്ഡേക്ക് ഞാൻ പോയിട്ടുണ്ട്. കുറച്ചൊക്കെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട് സ്വാമിയെ ഫിസിക്കൽ ബോഡി ഉണ്ടായിരുന്നപ്പോൾ തന്നെ. പക്ഷേ ഈ ഒരു സമാധിക്ക് ശേഷം സ്വാമിയുടെ ഈ ഒരു 90th ബർത്ത്ഡേക്ക് പോയിട്ട് ഇത്രയും ക്രൗഡ് ഉണ്ടായിട്ട് എനിക്ക് റൂം കിട്ടി. സ്വാമിയുടെ ദർശനം കുൽവന്ത് ഹോളിലും പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയത്തിലും അന്ന് സ്വാമിയുടെ ജൂല മഹോത്സവം നമ്മുടെ സ്റ്റേഡിയത്താണ് അന്ന് സെറ്റ് ചെയ്തത്. അന്ന് നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിറ്റേ ദിവസം ആ ജൂല മഹോത്സവം നമ്മുടെ ദർശന ഹാളിൽ തന്നെ രണ്ടാമതും ചെയ്യിപ്പിച്ചു. 10ാം മാസം അത് കാണാൻ പറ്റി. അപ്പം ഇതെല്ലാം സ്വാമി ഇഷ്ടംപോലെ പ്രസാദം കിട്ടി. അത് ഞാൻ പിന്നെ നിന്ന് ചിന്തിച്ചപ്പോഴാണ് സ്വാമി നമ്മളെ ഒരു VVIP ആയിട്ട് കൊണ്ടുവന്നു. എല്ലാ സജ്ജീകരണവും സ്വാമി ചെയ്തു തന്നു. തിരിച്ച് അതുപോലെ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചു. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അപ്പം സ്വാമി തന്ന ഒരു ഗിഫ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതാണ് സ്വാമി പറഞ്ഞത് 90 പൂജ 90 ഹൗസ് ബിഫോർ 90th ബർത്ത്ഡേ. അത് കഴിഞ്ഞപ്പോൾ സ്വാമി തന്ന ഗിഫ്റ്റാണ് 90th ബർത്ത്ഡേക്ക് ഭഗവാന്റെ പ്രശാന്തി നിലയത്തിൽ വന്ന് ഭഗവാനെ ദർശിക്കാനായിട്ടുള്ള ആ ഒരു മഹാഭാഗ്യം. ഭഗവാന്റെ 90th ബർത്ത്ഡേ നല്ല രീതിയിൽ ആഘോഷിച്ച് തിരിച്ച് നാട്ടിലെത്തി. അതിനുശേഷം എൻ്റെ ഉള്ളിൽ ഭഗവാൻ കണ്ട ആ ഒരു പൂജാരി എന്നൊരു ഭാവം ഭഗവാൻ ഒന്നും കൂടിയാണ്. കാരണം എൻ്റെ കുഞ്ഞിലേ മുതലുള്ള എൻ്റെ വിനോദം എന്ന് പറയുന്നത് എവിടെ ഒരു കല്ല് കണ്ടാലും സ്റ്റോൺ കണ്ടാലും അതിൽ
ജലം ഒഴിച്ച് അഭിഷേകം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഹോബി അതാണ്. അതിനെ പൂക്കൾ പറിച്ചിരിക്കുക, അതിനെ അലങ്കരിക്കുക, ഇതായിരുന്നു എൻ്റെ ഹോബി. അപ്പം അത് എൻ്റെ ഇൻബോൺ എനിക്ക് കിട്ടിയ സംഭവമാണ്. അപ്പം അത് സ്വാമിക്കറിയാം, ഭഗവാനാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് തന്നെ. അപ്പം ആ ഒരു നിന്നും പൂജാരിയിലോട്ട് ഉള്ള ഒരു വരവാണ്. അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. സ്വാമിയുടെ ആദ്യത്തെ സമാധിക്ക് ശേഷമുള്ള സമിതിയിലെ ആ ഒരു ഭഗവാന്റെ വരവ്, അതിൽ കുബേരനാണ് ഈ കീരി എന്ന് പറയുന്നത്. അത് പറയാനായിട്ട് വിട്ടുപോയി. സ്വാമിയുടെ മുമ്പിൽ വന്ന കീരി എന്ന് പറയുന്നത് കുബേരൻ്റെ ഒരു സങ്കല്പമാണ്. ഈ കുബേരനാണ് ഭഗവാന്റെ മന്ദിരത്തിൻ്റെ, സ്വാമിയുടെ റെസിഡൻസിൽ ഭഗവാന്റെ മന്ദിരത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്, പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് കുബേരനെയാണ്. ആ കുബേരനെ എന്നും ഭഗവാന്റെ ഒരു രാത്രി ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്യുന്നത് ശാന്തി നിലയത്തിൽ സേവയ്ക്ക് പോകുമ്പോൾ മിക്ക ദിവസങ്ങളിലും മിക്ക പ്രാവശ്യം കിട്ടുന്ന റെസിഡൻസാണ്. റെസിഡൻസിൽ പല സ്ഥലത്തും ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്. രാത്രി ആകുമ്പോൾ 12 മണിക്ക് ശേഷമുള്ള ഡ്യൂട്ടിക്കാണ് വരുന്ന സമയമാണെങ്കിൽ അപ്പം വെറുതെ എത്രയെന്നുള്ളത് നമ്മൾ ഡ്യൂട്ടിക്ക് നിൽക്കും. ആ സമയത്തിന് അവിടുത്തെ ക്ലീനിങ് കാര്യങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. ഒരാൾ അറ്റ് എ ടൈം ആ ഒരു ഗേറ്റിൽ നിന്നിട്ട് ബാക്കിയുള്ള സമയത്ത് ഈ അഷ്ടദിക് പാലകരെല്ലാം അഭിഷേകം ചെയ്ത് അതിന് എണ്ണ ഇട്ട് അതിനെ തിളക്കിയെടുക്കുക. പിന്നെ പൂക്കളുണ്ടെങ്കിൽ പൂക്കൾ കെട്ടി വയ്ക്കുക. അപ്പോൾ പൂക്കൾ കെട്ടിയിടാനായിട്ടുള്ള അനുവാദം ശാന്തിനിലയത്തിലില്ല. പക്ഷെ എങ്കിലും നമ്മൾ പൂ കെട്ടി ഭഗവാൻ ചാക്കിട്ട് രാവിലെ ഡ്യൂട്ടിക്ക് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ആ പൂനെ എടുത്ത് മാറ്റിയിട്ട് പോകും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ കുബേരനെ അഭിഷേകം ചെയ്യാനായിട്ടുള്ള ഭാഗ്യം, മഹാഭാഗ്യം അത് എനിക്ക് കിട്ടി. അപ്പോൾ എല്ലാ അഷ്ടദിക് പാലകരെയും അഭിഷേകം ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ സ്വാമി എന്നെ എന്താണ് പറയുക, നമ്മളൊരു വർഷം പോലെ പഠിപ്പിക്കുകയായിരുന്നു. എൻ്റെ ജീവിതം അടുത്ത ഇനി സ്വാമി കൊണ്ടുപോകുന്ന പൂജാരിയിലോട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അത് അന്നെല്ലാം ആ സമയങ്ങളിലെല്ലാം സ്വാമി അതെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഒരു പൂജാരി എങ്ങനെയായിരിക്കണം, നമ്മുടെ മനസ്സിൽ ഓരോ ഭക്തൻ്റെയും കാര്യങ്ങൾ സ്വാമി എങ്ങനെയാണോ ആ ഭക്തൻ്റെ ആ ഒരു വിഷമങ്ങൾ മനസ്സിലാക്കുക, അതുപോലെ ഒരു പൂജാരിക്ക് അതിൻ്റേതായ റോളുണ്ട് എന്ന് പഠിപ്പിക്കുകയായിരുന്നു സ്വാമി. ആ ഒരു ഓരോ സേവയ്ക്കും സ്വാമി ചെയ്യിപ്പിച്ചത്. അപ്പോൾ അതിൽ നിന്നും ബർത്ത്ഡേ കഴിഞ്ഞ് 90th ബർത്ത്ഡേ കഴിഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ സ്വാമി എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചത് പൂജ പഠിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പൂജ പഠിക്കുക എന്നുള്ള അതിയായ ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ തോന്നിക്കൊണ്ടേയിരുന്നു. എന്ത് ഈ ഒരു ഷോഡശ പൂജയിൽ മാത്രം ഒതുങ്ങരുത്, ഈ പൂജ പഠിക്കണം ഇങ്ങനെ എൻ്റെ മനസ്സിൽ എവിടെ പോയാലും എൻ്റെ കാതിൽ കേൾക്കുന്ന ഈ ഒരു മന്ത്രം മാത്രമായിരുന്നു. സ്വാമി ഇങ്ങനെ പറയും പോലെ എനിക്ക് തോന്നി. ഞാൻ ഗുരുവിനെ അന്വേഷിച്ച് പൂജ പഠിക്കാനായിട്ടുള്ള ഗുരുവിനെ അന്വേഷിച്ച് ഇങ്ങനെ കുറേ സ്ഥലത്ത് ഞാൻ അന്വേഷിച്ച് പോയി. അങ്ങനെ ഏകദേശം 1 വർഷം വരെ എനിക്ക് അത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സ്വാമി തന്നെ സെലക്ട് ചെയ്ത് തന്നു എന്ന് വേണം പറയാൻ. ഞാൻ ചെങ്ങന്നൂർ പോയി അവിടെയും പൂജ പഠിക്കാനായിട്ട് അവിടെയും പോയിട്ടുണ്ടായിരുന്നു, തന്ത്ര പീഠത്തിൽ. അവിടെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷേ അതിൽ നിന്നൊക്കെ ഞാൻ സ്വാമി എനിക്ക് ഒരു സ്ഥലത്ത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല. ഒരു ഗുരുവിനെ കിട്ടി എനിക്ക് അവിടെ പഠിക്കാനായിട്ട് പറ്റുന്നില്ല. സ്വാമി എന്ത് ചെയ്യണം, ഞാൻ എന്ന് സ്വാമിയുടെ ഫോട്ടോ നോക്കി പറയുമായിരുന്നു. അങ്ങനെയാണ് സ്വാമി എനിക്ക് സെലക്ട് ചെയ്യുന്ന എൻ്റെ ആദ്യത്തെ ഗുരു, മീൻസ് സ്വാമിയുടെ ഗുരുവല്ല, ഈ ഒരു പൂജാ ഫീൽഡിലെ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് സായി പ്രസാദ് സാരസ്വതർ എന്ന പേരുള്ള എൻ്റെ ആദ്യത്തെ ഗുരുവിനെ ഉപനയനം ചെയ്തത് എൻ്റെ ഗുരുനാഥനാണ്. ആ ഗുരുനാഥനെ മനസ്സുകൊണ്ട് ആ പാദത്തിൽ ഭഗവാന്റെ ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ഭഗവാന്റെ പാദം നമസ്കരിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ഗുരുവിനെ നമസ്കരിക്കുന്നു. അദ്ദേഹത്തെ സമിതി വഴി തന്നെയാണ്, സമിതിയിൽ ഞാനന്ന് തക്കാടിൽ നിന്ന് ഞാൻ വീട് ഷിഫ്റ്റ് ചെയ്തു, മണ്ണന്തലയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ മണ്ണന്തലയിൽ എനിക്ക് പോയി വരാൻ എളുപ്പം മണ്ണന്തല സമിതിയിലാണ്. അങ്ങനെ മണ്ണന്തല സമിതിയിൽ പോവുകയും
അപ്പോൾ അവിടെ ഭജൻസിന് അതേപോലെ ആക്ടിവിറ്റീസിന് അവിടെയും ഷോഡശ പൂജ അവിടെയും സ്റ്റാർട്ട് ചെയ്തു. അവിടുത്തെ യുവജനങ്ങൾ പഠിക്കുകയും അവിടെയും ഇതുപോലെ എല്ലാ ദിവസവും രാവിലെ യൂത്ത് തന്നെ സ്വാമിയുടെ പൂജ ചെയ്ത് എന്തുകൊണ്ട് പൂജ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് എനർജി സ്വാമിയുടെ പ്രശാന്തിനെ പോലെ നമ്മൾ സന്ധ്യയിൽ ഉണ്ടാവണം എന്നുള്ള സങ്കല്പത്തോടു കൂടി സ്വാമിയുടെ ഇച്ഛ അതാണ് എന്ന് മനസ്സിലാക്കിയാണ് സന്ധ്യയിൽ എല്ലാ ദിവസവും അടഞ്ഞു കിടക്കാതെ വ്യാഴവും ഞായറും മാത്രം തുറക്കാതെ എല്ലാ ദിവസവും തുറന്ന് എപ്പോഴും ക്ലീൻ ചെയ്തിട്ട് അവർ പൂജ ചെയ്യണം. പൂജയാകുമ്പോൾ നമ്മൾ അത്രയും ക്ലീൻ ചെയ്തിട്ടല്ല നമുക്ക് പൂജ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു ഭാവത്തിലാണ് എല്ലാ സന്ധ്യകളിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ അവിടെയും ഞാൻ പോയപ്പോൾ അവിടെയും യുവജനങ്ങളെ സംഘടിപ്പിച്ച് പണിവേദിക്ക് സമ്മതത്തോടു കൂടി അവിടെ ചെയ്തത്. അവിടെ ഇപ്പോഴും ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. സിറ്റി സമിതിയിലും ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. യുവജനങ്ങൾ തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയപ്പോഴാണ് ഇങ്ങനെ ഗുരുനാഥൻ്റെ സിസ്റ്റർ അവിടെ ഭജൻസിന് വരാറുണ്ടായിരുന്നു. ആ സിസ്റ്ററുടെ റിക്വസ്റ്റോട് കൂടിയാണ് ഇങ്ങനെ ട്രിവാൻഡ്രത്ത് മച്ചയിൽ നമ്മളിവിടെ നിന്ന് ബാലനാപുരം പോകുന്ന വഴിക്ക് മച്ചയിൽ എന്നുള്ള സ്ഥലത്ത് ശ്രീ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം, അതാണ് ആ ഒരു വരദായനിയുടെ ആ മൂകാംബിക അമ്മയുടെ വസതിയിൽ തന്നെ എന്നെ സ്വാമി തന്നെ സെലക്ട് ചെയ്ത് ആ ഗുരുനാഥനെ അടുത്ത് കൊണ്ടെത്തിക്കുകയും ഞാൻ ഗുരുനാഥനെ കാണാൻ വേണ്ടി പോയി. ഗുരുനാഥൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഗുരുനാഥൻ സന്തോഷപൂർവ്വം ക്ലാസ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ എല്ലാ ഞായറാഴ്ചയും ഞാൻ പോകാറുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതലായിട്ട് എനിക്ക് പഠിക്കാനായിട്ടുള്ള ഒരു എന്താണെന്ന് എനിക്കറിയില്ല. ഗുരുനാഥൻ ഞാൻ അവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പൂജയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ ഒരു ദിവസം ഉപനയനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഉപനയനം ഗുരുനാഥൻ തന്നെ കലശം മാറാടി ഉപനയനം ചെയ്തു തന്നു. അതിനുശേഷം അമ്പലത്തിൽ പൂജ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. മൂലമന്ത്രവും ധ്യാനവും എല്ലാം പറഞ്ഞു തന്നു. അവിടെ ഏകദേശം 3 വർഷം സേവ ചെയ്യാനായിട്ടുള്ള മഹാഭാഗ്യം സ്വാമി തന്നു, അമ്മ തന്നു, ആ മൂകാംബിക അമ്മ തന്നു. 3 വർഷം അമ്മയെ സേവിക്കാനായിട്ടുള്ളത് അവിടെ എന്തൊക്കെ ചണ്ഡികാ ഹോമം വരെ ആ ഗുരുനാഥൻ്റെ കീഴിൽ നിന്ന് കണ്ടുപഠിക്കാനായിട്ടുള്ള മഹാഭാഗ്യം അമ്മ തന്നു. അതാണ് വാസ്തവം. അപ്പോൾ ഗുരുനാഥന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു സംഭവം ഞാനത് എൻ്റെ വേണ്ടപ്പെട്ട ഡിവോട്ടീസിനോട് മാത്രം ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഡിവോട്ടീസിനെ വേണ്ടി ഷെയർ ചെയ്യാണ്. ഞാൻ സ്വാമിയുടെ അടുത്ത് ചോദിക്കുക, 1 വർഷം വരെ ഇങ്ങനെ ഉപനയനം കഴിഞ്ഞ് 1 വർഷം വരെ അവിടെ കിടന്നു. എല്ലാ ദിവസവും ചൊവ്വ വെള്ളി ഞായറാണ് നട തുറക്കാറ്. രാവിലെയും വൈകുന്നേരം ഞാൻ പോയി ചെയ്യാറുണ്ട്. ഗണപതി ഹോമം പഠിച്ചു, ഭഗവത് സേവ പഠിച്ചു. എല്ലാ പൂജകളും ഗുരുനാഥൻ്റെ ശിക്ഷണത്തിൽ മീൻസ് കണ്ടുപഠിക്കുകയാണ്. ഗുരുനാഥൻ പറഞ്ഞതിന് ഇതെല്ലാം കണ്ടുപഠിക്കുകയായിരുന്നു. പിന്നെ ബുക്സ് റെഫർ ചെയ്യുക, ഇതായിരുന്നു എൻ്റെ പഠിത്ത രീതി. എല്ലാ പൂജയ്ക്കും ഗുരുനാഥൻ എന്നെയും കൂടെ കൊണ്ടുപോകും. കളവെല്ലാം ഇപ്പോഴത്തെ പൂജാരിമാർ ഉപയോഗിക്കുന്ന കളവൊക്കെ സ്കെച്ച് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്, വരച്ചാൽ ചെയ്യുന്നത്. പക്ഷേ ഗുരുനാഥൻ അതിൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ട് എപ്പോഴും എത്ര ഇതായാലും കളങ്ങളെല്ലാം നമ്മുടെ കൈകൊണ്ട് തന്നെ വരയ്ക്കണം. അത് ചിലപ്പോൾ ഭഗവത് സേവയ്ക്കുള്ള കളവൊക്കെ വരയ്ക്കുമ്പോൾ ഏകദേശം എന്നെ സംബന്ധിച്ചത് എനിക്കൊരു 2-3 മണിക്കൂർ അത്രയും പെർഫെക്ഷനിൽ വരയ്ക്കാൻ വേണ്ടി 2-3 മണിക്കൂറൊക്കെ ഓരോ വീട്ടിലും എടുത്താണ് വരയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഭഗവാന്റെ ഒരു ഡിവോട്ടി എന്ന നിലയ്ക്ക് അത്രത്തോളം പെർഫെക്ഷൻ ഏത് വീടായാലും എൻ്റെ വീടാണ് എന്നുള്ള ഒരു ലെവലിൽ ഞാൻ ചെയ്യാറുള്ളൂ. അവിടെ നിൽക്കുന്നവരെല്ലാവരും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും ഒരു സഹോദരങ്ങളാണ്. ഒരു പൂജ ചെയ്യുമ്പോൾ അത്ര എക്സ്പെൻസീവാണ്. അപ്പോൾ ആ എക്സ്പെൻസീവ് ഞാൻ ദക്ഷിണ മേടിക്കാറില്ല. അപ്പോൾ ആ ഒരു ദക്ഷിണ മേടിക്കുമ്പോൾ അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു പൂജ ചെയ്യാറ്. സന്തോഷം ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പൂജകളൊന്നും സാധാരണ ഹിന്ദുക്കളാരും ചെയ്യാറില്ല. അതാണ് വാസ്തവം. ദുഃഖം വരുമ്പോഴാണ്, അല്ലെങ്കിൽ വിഷമം വരുമ്പോഴാണ്, അല്ലെങ്കിൽ ധനലക്ഷ്മി നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പൂജകളൊക്കെ ചെയ്യാറ്. അപ്പോൾ ആ പൂജകൾ ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് ആ പൈസ മേടിക്കുമ്പോൾ നമ്മൾ അത്രയും പെർഫെക്റ്റോട് കൂടി ചെയ്യണം എന്നുള്ള ആ ഒരു ഭാവം അത് സ്വാമി പഠിപ്പിച്ചതെന്നാണ്. എവിടെ ചെയ്താലും അത് എൻ്റെ ഗൃഹമാണ് എന്ന് കണ്ടു വേണം ചെയ്യാൻ എന്ന് സ്വാമി പഠിപ്പിച്ചുകൊണ്ട് മാത്രം ആ ഒരു ശിക്ഷണത്തിൽ പോയതുകൊണ്ട് ഓരോ വീടിലും അത്രത്തോളം പെർഫെക്ഷൻ. ചില വീടുകളിൽ പോകുമ്പോൾ നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് കോലമൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും പിറ്റേ ദിവസം രാവിലെ ഗുരുനാഥൻ വന്ന് പൂജയ്ക്ക് ഇരിക്കുന്നത്. അല്ലെങ്കിൽ തലേ ദിവസം തന്നെ പൂജയ്ക്ക് കുറച്ച് താമസിച്ചാലും ഗുരുനാഥൻ വന്നിട്ട് പൂജയ്ക്ക് എടുക്കുന്ന കാര്യങ്ങൾ
അപ്പം എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കും, പിന്നെ അതെല്ലാം പൂജ ചെയ്യും. ഇതായിരുന്നു എൻ്റെ പതിവ്. ഒരു വർഷം വരെ ഇങ്ങനെ നിൽക്കുന്ന സമയത്തിലാണ് സ്വാമി ഇതുപോലെ തന്നെ പിന്നെ അടുത്തൊരു പരീക്ഷണം, അടുത്ത 90 പൂജ ചെയ്തപ്പോൾ തന്നെ ഓൾറെഡി സമിതികളിലായാലും സ്വാമിയുടെ ഡിവോട്ടീസ് എല്ലാം പല രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായി. അതുകൊണ്ട് കേൾക്കാനായിട്ടുള്ള അവസരങ്ങൾ അപ്പോഴെല്ലാം ഞാൻ എല്ലാം ഒഴിഞ്ഞു മാറി. കാരണം എൻ്റെ ഭഗവാന്റെ പേരിന് ഒരു കാരണവശാലും മോശപ്പേരുണ്ടാകരുത് എന്നുള്ളത് ഞാൻ മാക്സിമം ആരടുത്തും പറഞ്ഞില്ല. എൻ്റെ വീട്ടിൽ ഞാൻ ഒതുങ്ങിക്കൂടിയതാണ് സത്യാവസ്ഥ. പല രീതിയിലുള്ള സംസാരങ്ങളും ഉണ്ടായി. അത് അവരെ ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ സ്വാഭാവികം, അവരുടെ സ്വാമിയുടെ ഓർഗനൈസേഷൻ നിൽക്കുമ്പോൾ സ്വാമിയുടെ ആ ഒരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂട് അനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അത് തന്നെയാണ് എനിക്കെന്നും ഭഗവാൻ എന്ന് പറയുന്ന പ്രശാന്തി നിലയത്തിൽ ആ ഭഗവാൻ തന്നെയാണ്. വേറെ ഒരു രീതിയിലും എനിക്ക് ഭഗവാനെ കാണാനായിട്ട് പറ്റില്ല. അത് ഞാൻ ഇതുവരെയും കണ്ടിട്ടുമില്ല. എൻ്റെ ഈ നിമിഷം വരെയും എനിക്ക് പ്രശാന്തി നിലയത്തിൽ ഭഗവാന്റെ ഓർഗനൈസേഷൻ എന്താണോ പറയുന്നത്, എന്താണോ പഠിപ്പിക്കുന്നത്, അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നും കൊണ്ടുപോകുന്നത്. പക്ഷേ എനിക്ക് എൻ്റേതായ റോൾ സ്വാമി തന്നു. അതുപോലെ പല സ്ഥലത്തും പല ആളുകൾക്കും പല റോളുകളും ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എനിക്ക് തന്ന ഒരു പൂജാരി എന്നൊരു റോളാണ്. ആ റോൾ ഞാൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വർഷം ഞാൻ അവിടെ നിന്ന സമയത്താണ് എനിക്ക് സ്വാമിയുടെ ദർശനം. ഭഗവാൻ ശ്രീകോവിലിൻ്റെ അകത്ത്, അവിടെ ശ്രീകോവിലിൻ്റെ അകത്ത് ശ്രീചക്രമാണ്, മേരുവാണ് പ്രതിഷ്ഠ. അതിൻ്റെ മുകളിൽ സരസ്വതി ദേവിയുടെ വിഗ്രഹമുണ്ട്, അതിൻ്റെ മുകളിൽ മഹാലക്ഷ്മി വിഗ്രഹമുണ്ട്, ഏറ്റവും മുകളിൽ മഹാകാളി വിഗ്രഹമാണ്. അപ്പം അത് ഒരു ശ്രീകോവിലിൻ്റെ അകത്താണ് 3 പേരെ ഇരുത്തിയിരിക്കുന്നത്. അപ്പം മൂകാംബികയിൽ നടക്കുന്ന അതേ പൂജകളാണ് ഇവിടെ നടത്തുന്നത്. അത്രയും വിപുലമായിട്ടുള്ള രീതിയിൽ അത് സ്വാമി തന്നെ സെലക്ട് ചെയ്ത് സായി പ്രസാദ് എന്നാണ് ഗുരുനാഥൻ്റെ പേര്. ഭഗവാൻ ഗുരുനാഥൻ സ്വാമി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഗുരുനാഥൻ ഷിഡി ഭഗവാനെയാണ് കൂടുതൽ താല്പര്യം. ഗുരു എന്നും അപ്പൂപ്പൻ എന്നാണ് ഗുരുനാഥൻ ഷിഡി ഭഗവാനെ വിളിക്കാറ്. പക്ഷേ സ്വാമി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഭഗവാന്റെ കാര്യങ്ങളാണ് കൂടുതലും പറയാറ്. പക്ഷെ ഗുരുനാഥൻ പോലും അറിയില്ല സ്വാമി മുഖ്യ ചൊവ്വയും വെള്ളിയും പൂജയ്ക്ക് ഞാൻ ശ്രീകോവിൽ അടയ്ക്കുന്ന സമയത്തിനും ദീപാരാധനയ്ക്ക് ശ്രീകോവിൽ അടയ്ക്കുന്ന സമയത്തിനും അല്ലെങ്കിൽ എൻ്റെ പൂജ സമയത്തിന് ഞാൻ അകത്ത് കയറും. ചിലപ്പോൾ അലങ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും ഭഗവാൻ വരിക. ഭഗവാൻ വന്നിട്ട് സ്വാമി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്ത് തെറ്റുണ്ട്, ഇത് എത്ര പേർക്ക് അവസരം കിട്ടിയെന്ന് എനിക്കറിയില്ല. സ്വാമി അപ്പോൾ ഞാൻ സ്വാമി എന്തിനിത് എനിക്കിങ്ങനെ ഒരു ദർശനം തരുന്നു, അല്ലെങ്കിൽ ഞാൻ സ്വാമിയെ ചോദിക്കാം. ഒരു ഫ്രണ്ടിനെ പോലെ അല്ലെങ്കിൽ എന്ത് പറയുക, അത്രത്തോളം ക്ലോസായി സ്വാമിയിൽ സംസാരിക്കാറുണ്ട്. ക്ഷേത്രത്തിൽ വരുമ്പോൾ സ്വാമി ഓരോ ഭാവവും ഒരു നവരാത്രിയിലന്ന് അമ്മയുടെ മുടിയെടുത്തിട്ട് അമ്മയുടെ തിടമ്പുണ്ട്, എഴുന്നള്ളത്ത് നവരാത്രി 10 ദിവസവും ചണ്ഡികാ ഹോമം ചണ്ഡികാ പ്രയോഗം നടക്കും. അപ്പോൾ വൈകുന്നേരം ലാസ്റ്റ് ദിവസം അമ്മയുടെ എഴുന്നള്ളത്താണ്, 3 പേരും എഴുന്നള്ളും. അപ്പോൾ അതിൽ മഹാകാളിൻ്റെ ആ ഒരു മുടി എടുക്കാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് തന്നു ഗുരുനാഥൻ. അപ്പോൾ അതെടുത്ത് പോകുന്ന സമയത്തിന് ആറാട്ടിന് പോയിട്ട് തിരിച്ച് വന്ന സമയത്തിന് സ്വാമിയുടെ ഓരോ ദിവസം നവരാത്രിക്ക് മുമ്പ് സ്വാമി ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ദർശനം തരുമായിരുന്നു. ദർശനം തന്നെ സ്വാമിയുടെ 9 ദിവസം സ്വാമി 9 ദേവി ഭാവത്തിൽ സ്വാമി ദർശനം തന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്ന എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ കൂടെ നിന്ന ഡിവോട്ടീസ് കുറച്ച് പേരുണ്ട്. അവർക്ക് ഞാൻ എന്നും കുറേ ആൻറ്റിമാരുണ്ട്, അവർക്ക് ഷെയർ ചെയ്യാറുണ്ട്. അവരെല്ലാം അവർ കൂടുതൽ ആളുകളും മൂകാംബിക അമ്പലത്തിൽ വന്ന് ആ ഒരു ചൈതന്യം, ഭഗവാന്റെ അമ്മയുടെയും ചൈതന്യം, അതെല്ലാം അറിഞ്ഞവരാണ്. അപ്പോൾ ആ അമ്മയുടെ ദർശനം, ആ മൂകാംബിക അമ്മ എങ്ങനെയാണ് എന്ന് സ്വാമി കാണിച്ചു തന്നിട്ടുണ്ട്. പല അവസരത്തിലും ദേവീഭാവത്തിൽ ശക്തിഭാവത്തിൽ ഭഗവാൻ വരുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ശങ്കരാചാര്യ സ്വാമിക്ക് ദർശനം കൊടുത്തതുപോലെ, മഹായോഗിമാർക്ക് ദർശനം കൊടുത്തതുപോലെ അമ്മയുടെ ദർശനം സ്വാമി എനിക്ക് തന്നിട്ടുണ്ട്. ആ ഒരു മഹാഭാഗ്യം ഭഗവാൻ എനിക്ക് തന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ സ്വാമി അടുത്തൊരു ഡ്രാമയിലോട്ട് സ്വാമി കൊണ്ടെത്തിച്ചു. സ്വാമി ഇതുപോലെ തന്നെ പറഞ്ഞു, അമ്മയ്ക്കുള്ള ദർശനം ശ്രീകോവിലിൽ കിട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് സ്വാമി പറഞ്ഞത്, നീ ഇനി 11 പൂജ 11 വീടുകളിൽ ചെയ്യണമെന്ന് പറഞ്ഞു. അതിൽ കഴിയുമ്പോൾ നിനക്ക് ഞാനൊരു പ്രിഷ്യസ് ഗിഫ്റ്റ് തരുമെന്ന് പറഞ്ഞു. ഞാൻ സ്വാമിയുടെ വാക്ക് ഞാൻ 90th ബർത്ത്ഡേക്ക് മുമ്പുള്ള പൂജയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അത് ചെയ്യേണ്ടത് ഗണപതി ഹോമവും ഭഗവതി സേവയാണ്. ഇത് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ വീട് സ്വാമി തന്നെ സെലക്ട് ചെയ്തു. ട്രിവാൻഡ്രത്തുള്ളൊരു വീടാണ്. അവിടെ സെലക്ട് ചെയ്തു. അവിടെ ചെന്ന്
പൂജ ചെയ്യാൻ അവിടെ ചെന്ന് ആൻറ്റിയുടെ അനുവാദം ചോദിച്ചു. ആൻറ്റി വളരെ സന്തോഷമായിട്ട് അവരുടെ ഇതൊന്നും വീട്ടിൽ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു അതാണ് എനിക്കറിയാൻ പറ്റിയത്. അപ്പോൾ ഞാൻ സ്വാമിയുടെ ഒരു ഡിവോട്ടി എന്ന നിലയ്ക്ക് ഞാൻ ആൻറ്റിങ്ങനെ ഒരു സ്വാമിയുടെ റിക്വസ്റ്റ് ഉണ്ട്, സ്വാമി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു പൂജ ചെയ്യണമെന്ന്, സ്വാമി ആൻറ്റിയുടെ അനുവാദം വേണം, എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനോടുകൂടി ചെയ്യാമെന്ന് വേണം. അപ്പോൾ അങ്ങനെ വലിയ വീടാണ്, ആ വീടിൻ്റെ ഒരു കാർ പോർഷൻ്റെ അത് ഒരു വലിയ സ്പേസാണ്, അവിടെയാണ് ഹോമം നടത്താനായിട്ട് അവസരം തന്നത്. അങ്ങനെ ആദ്യത്തെ ഗണപതി ഹോമം ആ വീട്ടിൽ അത്ര വിപുലമായി സ്വാമി ചികറിട്ട് ഗണപതി ഹോമം ചെയ്തു. അന്ന് അഗ്നിയിൽ ഭഗവാന്റെ വിഘ്നേശ്വരൻ്റെ ഏത് ഹോമം ചെയ്താലും നമ്മൾ മനസ്സർപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ ആ രൂപം ആ അഗ്നിയിൽ കാണും. ഇതാണ് അതിൻ്റെ പൂർണ്ണത എന്ന് പറഞ്ഞത്. ഇത് എല്ലാ പൂജാരിമാർക്കും അതറിയാം. ഞാൻ ചെയ്തപ്പോഴും ഭഗവാന്റെ ഗണേശൻ്റെ അതേ പ്രസൻസ് അഗ്നിയിലുണ്ടായി. അഗ്നിയിൽ ഗണപതി ഭഗവാൻ നൃത്തം ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. ആ ഇതിനുശേഷം വൈകുന്നേരം ഭഗവതി സേവ, അത് വീട്ടിൻ്റെ അകത്ത് അഷ്ടദളം വരച്ച് അതിൻ്റേതായ വിധിപ്രകാരം സ്വാമിയുടെ ചേർന്ന മുമ്പിൽ അതും ചെയ്തു. അത് കഴിഞ്ഞ് പൂജയെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും വളരെ സന്തോഷമായി ഭജനയെല്ലാം പാടി ആരതിയും കഴിഞ്ഞ് സ്വാമിക്കുള്ള ആരതിയും കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്തിന് ആൻറ്റി എഴുപത്തിന് പറഞ്ഞു, സ്വാമിയിൽ ഇതിൽ ദക്ഷിണ എന്നൊരു സംഭവം ഇല്ല. അപ്പോൾ ഞങ്ങൾ ആൻറ്റി ഇങ്ങനൊരു അവസരം ഭഗവാൻ തന്നു, അത് തന്നെ മഹാഭാഗ്യം, അത് ചെയ്യാനായിട്ടുള്ള അവസരത്തിന് ആൻറ്റിയുടെ വീട്ടിൽ സമ്മതിച്ചു. അത് അന്നക്കാലപ്പുറം ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. എനിക്ക് ദക്ഷിണ എന്ന് വേണ്ട, ഭഗവാൻ പറഞ്ഞ് ഞാൻ ചെയ്തപ്പോൾ മാത്രമേ ഉള്ളൂ. അത് ഭഗവാനും ആൻറ്റിയും ആൻറ്റിയുടെ ഫാമിലിയും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ്, അല്ലാതെ വേറൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ പൂജാപാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ ടീച്ചറിൻ്റെ വീട്ടിലേക്ക് വന്നു. അന്ന് രാവിലെ ദർശനത്തിൽ സ്വാമി ഡ്രീമിൽ വന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്തേ ദക്ഷിണ മേടിക്കാത്തേ? ഞാൻ സ്വാമി എൻ്റെ 90th ബർത്ത്ഡേക്ക് ഉള്ള പൂജയ്ക്ക് ഒരു ദക്ഷിണയും മേടിക്കരുത്, ചെയ്യണോ, ഓരോ വീട്ടിലും പൂജ ചെയ്യണം, ഞാൻ എന്നാ ദക്ഷിണ മേടിക്കും? ഭഗവാൻ ഒരു ഇതിൽ ദക്ഷിണ കൊടുക്കുന്നതായിട്ട് ദക്ഷിണ മേടിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, സ്വാമി പൂജയെ ചെയ്യിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ശാന്തി നിലയത്തിൽ അകത്ത് നടക്കുന്ന പൂജകൾ മാത്രം ഞാൻ കണ്ടുള്ളൂ. ഇങ്ങനെ ഒരു ഭഗവത് സേവയുടെ ഗണപതി ഹോമം ഞാൻ ശാന്തി നിലയത്തിൽ ചെയ്യുന്നതായിട്ട് നടക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. സ്വാമി പറഞ്ഞത് ഒരു വാക്കാണ്, ഏതൊരു പൂജ തുടങ്ങുമ്പോഴും ഞാൻ ആദ്യം പൂജാരിക്കുള്ള വസ്ത്രവും ദക്ഷിണയും മാറ്റി വച്ചിട്ട് ആണ് ഞാൻ പൂജാ സാധനങ്ങൾ പോലും മേടിപ്പിക്കാറ്. അപ്പോൾ അതുകൊണ്ട് നീ ഒരു ദക്ഷിണ എന്തുകൊണ്ട് ഒരു പൂജാരി മേടിക്കണം എന്ന് പറഞ്ഞാൽ അത് വലിയ എമൗണ്ട് അല്ല പറയുന്നത്, ഏതൊരു എമൗണ്ട്, ഒരു നാണയമാണെങ്കിലും അത് മേടിക്കുന്നത് അവിടെ ചെയ്ത പൂജയുടെ പൂർണ്ണത ഉണ്ടാകണമെന്ന്, ആ വീട്ടിൽ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ദക്ഷിണ സ്വീകരിക്കണം. അതുകൊണ്ട് മാത്രമാണ് ഈ നാളെ രാവിലെ പോയി തന്നെ 1 രൂപ ദക്ഷിണ മേടിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ദിവസം രാവിലെ തന്നെ ഞാൻ 5 രൂപ വേണ്ടി സ്വാമി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് 1 രൂപ ദക്ഷിണ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ പൂജാ ഫീൽഡിലുള്ള ആദ്യത്തെ ദക്ഷിണയായ 1 രൂപ അന്ന് ആൻറ്റിയിൽ നിന്ന് മേടിച്ച് ഇന്ന് ഇറങ്ങി. അന്ന് മുതലാണ് എൻ്റെ ഓരോ വീട്ടിലുള്ള പൂജ വെച്ചാൽ 11 പൂജ ചെയ്യാനായിട്ടുള്ള വീടും സ്വാമി തന്നെ സെലക്ട് ചെയ്തിരുന്നു. ലാസ്റ്റ് കൊല്ലത്തൊരു ഫാമിലിയിൽ ചെന്ന് പൂജ ചെയ്ത സമയം, അപ്പോൾ ഇതിനിടയ്ക്ക് 7ാമത്തെ പൂജയായിരുന്നു സ്വാമിയുടെ അമ്പലത്തിൽ ദർശനം പറഞ്ഞ സമയത്ത് സ്വാമി എന്തിനെന്നെ കൊണ്ട് ഈ ഒരു വേഷം കെട്ടിപ്പിച്ചു, ഇങ്ങനെ തന്നെയാണ് സ്വാമി ചോദിച്ചത്. എന്തിനെ? കാരണം പലതും സംസാരിക്കുന്നുണ്ട്, എനിക്ക് ഇങ്ങനൊരു ഭഗവാന്റെ പേരിന് ഒരു മോശപ്പേര് ഉണ്ടാക്കാനായിട്ട് എനിക്ക് യാതൊരു താല്പര്യമില്ല, സ്വാമി ഇതിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റി തന്നൂടെ എന്ന് സ്വാമി ചോദിച്ച സമയം തന്നെയാണ്, എന്നെക്കൊണ്ട് ഞാനൊരു പ്രതിഷ്ഠ ചെയ്യിപ്പിക്കാനാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്, ആദ്യമേ കയറി നിന്നെ പ്രതിഷ്ഠ ചെയ്യിപ്പിക്കാൻ പറ്റില്ല, അതിന് വേണ്ടിയിട്ടുള്ള പടിപടിയായിട്ട് നിന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, സാധന ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഒരു തന്ത്രി എന്ന നിലയ്ക്ക്, ഒരു പ്രതിഷ്ഠ നടക്കുമ്പോൾ തന്ത്രിയാണ് ചെയ്യാറ്, ആ ഒരു ലെവലിലേക്ക് സ്വാമി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ പൂജ ചെയ്യുന്നത്. 11ാമത്തെ പൂജ കഴിഞ്ഞ് ഇറങ്ങിയതും എനിക്ക് കോള് വരുന്നു, ആലുവയിലെ ഷിർഡി സായി മന്ദിരത്തിൽ, അന്ന് ഷിർഡി അമ്പലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഷിർഡി ഭഗവാൻ പ്രതിഷ്ഠ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ ഒരു ഗണപതി ഹോമം ചെയ്യാനായിട്ട് ഒരു അവസരം എനിക്ക് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കോള് വരികയും അങ്ങനെ ഞാൻ അവിടെ പൂജയ്ക്ക് പോവുകയും ചെയ്തു. സായി തേരെ ചരണോ മേ കൂടി പ്രണാം, സായി തേരെ ചരണോ മേ കൂടി പ്രണാം, ചരണോ മേ ले लो साई प्रभु, चरणों में ले लो साई प्रभु,
तुम हो मेरे माता पिता साई, तुम हो मेरे माता पिता साई, तुम हो मेरे बंधु सखा, तुम हो मेरे सब कुछ सारे, दीजो हमको शरण तुम्हारे, दीजो हमको शरण तुम्हारे, साईं तेरे चरणों में कोई प्रणाम। शांति शांति शांति, समस्त लोगा सुखिनो भवन्तु, समस्त लोगा सुखिनो भवन्तु, समस्त लोगा सुखिनो भवन्तु। ओम शांति शांति शांति।